ഹലോ, അസ്സാം വലൈക്കും. പ്രിയപ്പെട്ടവരെ, ഫോക്കസ് ഇന്റർനാഷണൽ സൗദി റീജിയൻ സംഘടിപ്പിക്കുന്ന ഇൽഹാം ടോക്ക് സീരീസിന്റെ 2ാം പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇൽഹാം ടോക്ക് സീരീസ് ഉടലെടുക്കുവാനുണ്ടായ പ്രധാന ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ, യുവതലമുറ നേരിടുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കാലോചിതമായ ചിന്താഗതികൾക്ക് അധിഷ്ഠിതമായി ചർച്ചാവേദി ഒരുക്കി അതിലൂടെ നമ്മുടെ സമൂഹം ഉന്നമനത്തിലും ചിന്താശേഷിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരവും തെരുവുകളിൽ ഒഴുകുന്ന മദ്യലഹരികളും സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ഭാരിച്ച പ്രഷറുകളും നേരിടേണ്ടി വരുന്ന പുതുതലമുറയ്ക്ക് വ്യക്തമായ മാർഗദർശനവും ശക്തമായ പ്രചോദനവും നൽകുക എന്നതാണ് ഫോക്കസ് ഇൽഹാം സീരീസിന്റെ പ്രധാന ഉദ്ദേശം. തിരക്കേറിയ നമ്മുടെ പ്രവാസ ജീവിതത്തിൽ ഇതുപോലെയുള്ള പരിപാടികൾക്ക് നമ്മൾ സമയം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. വെറുമൊരു മെക്കാനിക്കൽ അഥവാ മൊണോട്ടണസ് ആയ ജീവിതത്തിൽ ലക്ഷ്യവും പർപ്പസും ഉണ്ടാക്കി പോസിറ്റീവായ മൈൻഡ് സെറ്റ് ആയി മുന്നോട്ട് പോവേണ്ടത് ഉണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. ഇന്നത്തെ ചർച്ചാ വിഷയം ബ്രെയിൻ റോട്ട് സംബന്ധിച്ചുള്ളതാണ്. 2024 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിൽ ഏകദേശം 37,000 ആളുകളുടെ പബ്ലിക് വോട്ട് കൊണ്ട് 2024 വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വാക്കാണ് ബ്രെയിൻ റോട്ട്. ഇന്നത്തെ പ്രോഗ്രാം തീമിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുവാനായി നമ്മുടെ ഫോക്കസ് ഇന്റർനാഷണൽ CEO ഷബീർ വള്ളാടത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷബീർ സാഹിബ്, പ്ലീസ്, യു ആർ വെൽക്കം. കൈൻഡ്ലി പ്ലീസ് unmute your mic. അൺമ്യൂട്ട് ചെയ്യണേ, കോ-ഹോസ്റ്റ് ആക്കണം. അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്തായാലും നേരത്തെ റിയാസ് പറഞ്ഞിടത്തുനിന്ന് തുടങ്ങാണ്. ഇങ്ങനെ ഒരു അവധി ദിവസം ഇത്തരത്തിലുള്ള ഒരു വളരെ ലേറ്റസ്റ്റ് ആയ ഒരു ടോപ്പിക്ക് കേൾക്കാനും അറിയാനും കഴിയുന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തണം. ഒരു ചെറിയൊരു മെസ്സേജ് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു അന്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വിരുന്നു കൂടിയതിനു ശേഷം രാത്രി തിരിച്ചു പോകാൻ സമയത്ത് ആ സുഹൃത്ത് അദ്ദേഹത്തിനൊരു വിളക്ക് കത്തിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കണം. എന്നിട്ട് അന്ധനായ സുഹൃത്തിനോട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞു, ഇതൊരു വിളക്കാണ്, നിങ്ങൾ കയ്യിൽ വെച്ചോളൂ, നിങ്ങൾക്കിത് ഉപകാരപ്പെടും. കണ്ണു കാണാത്ത മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഇരുളും വെളിച്ചവും ഒക്കെ ഒരുപോലെയാണ്, പിന്നെന്തിനാണ് ഒരു വിളക്ക്? അദ്ദേഹം തിരിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ വിളക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും നിങ്ങളെ തിരിച്ചറിയാനും നിങ്ങളെ തട്ടി വീഴ്ത്താതിരിക്കാനും ഈ വിളക്ക് ഉപകാരപ്പെടും. അങ്ങനെ ആ വിളക്കുമായി ഇരുളടഞ്ഞ ആ ഒരു പാതയിലേക്ക് ഈ അന്ധനായ മനുഷ്യൻ നടന്നു പോവാണ്. അങ്ങനെ കുറെ യാത്ര ചെയ്ത് പെട്ടെന്ന് ഒരാൾ അദ്ദേഹത്തിന് മേൽ വന്ന് ഇടിക്കുകയും അദ്ദേഹം തട്ടി വീഴുകയും ചെയ്തു. അപ്പൊ വീണ ഉടനെ എഴുന്നേറ്റിട്ട് ഈ കണ്ണ് കാണാത്ത മനുഷ്യൻ ദേഷ്യപ്പെട്ട് അയാളോട് സംസാരിച്ചു, എന്റെ കയ്യിലൊരു വിളക്കുള്ളത് നിങ്ങൾ കണ്ടില്ലേ, എന്നിട്ടും നിങ്ങൾ എന്നെ എന്തിനാണ് തട്ടിയിട്ടത്? അപ്പോ അന്ധനായ മനുഷ്യനെ ആ വഴിപോക്കൻ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, സുഹൃത്തെ, നിങ്ങളുടെ കയ്യിലെ വിളക്ക് എന്നോ കെട്ടുപോയിട്ടുണ്ട്. ഈ വിളക്ക് കെട്ടത് അറിയാതെയാണ് ഈ മനുഷ്യന് ഈ ദൂരം അത്രയും സഞ്ചരിച്ചിരുന്നത്. ഇതില് വലിയൊരു മെസ്സേജ് ഉണ്ട്. ശരിക്കും നമ്മളൊക്കെ ഏതോ വിളക്ക് നമ്മുടെ കയ്യിലുണ്ട് എന്ന് കരുതിയാണ്
നമ്മുടെ യാത്ര തുടരുന്നത്. ആ ഒരു minute. അപ്പൊ ഈ വിളക്ക് നമ്മള് വർഷങ്ങളായി നമ്മളുടെ കയ്യിലുണ്ട് എന്ന് കരുതി നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിളക്കില് എണ്ണയുണ്ടോ, തിരിയുണ്ടോ, വിളക്ക് പ്രകാശം നൽകുന്നുണ്ടോ എന്നൊന്നും അറിയാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ലോകം മൊത്തം പല രൂപത്തിലുള്ള മാറ്റങ്ങളിലൂടെ കടന്നു പോവാണ്. അപ്പൊ നമ്മുടെ ഈ കയ്യിലുള്ള ഈ പ്രകാശം പഴയ പോലെ മെഴുകുതിരിയും മണ്ണെണ്ണത്തിരിയും ഒന്നും ഇന്നത്തെ കാലത്ത് വെളിച്ചം നൽകാൻ പര്യാപ്തമല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം കാലം അത്രയേറെ മാറിയിട്ടുണ്ട്. മനുഷ്യന്റെ ഉൽപ്പത്തിയുടെ ഏറ്റവും വലിയൊരു കാൽവെപ്പായിരുന്നു പ്രകാശം അല്ലെങ്കിൽ തീ കണ്ടുപിടിച്ചു എന്നുള്ളത്. അന്ന് മുതലാണ് ഈ ലോകത്ത് മനുഷ്യന് രാത്രി വെളിച്ചം കാണാൻ തുടങ്ങിയത്. അവിടെ നിന്നാണ് മനുഷ്യന്റെ ഡെവലപ്മെന്റ് തുടങ്ങുന്നത്. അതേ മനുഷ്യൻ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് ഈ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി വിളക്കുകൾ ഓഫാക്കാൻ വേണ്ടി 1 മണിക്കൂർ എർത്ത് ഹവറൊക്കെ മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നീട് നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരു ആവശ്യമായിരുന്നു കാലത്തിന്റെ. അന്ന് വിളക്കായിരുന്ന ആവശ്യമെങ്കിൽ പിന്നെ മനുഷ്യന്റെ ഭൂമിയെ കുറച്ചൊന്ന് തണുപ്പ് നൽകാൻ വിളക്ക് കെടുത്തലായിരുന്നു ആവശ്യം. അപ്പൊ മനുഷ്യന് മുന്നോട്ട് കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് എത്രയോ മാറിയിട്ട് ഇന്ന് മനുഷ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മനുഷ്യന്റെ ഏറ്റവും ബേസിക്കായ മനുഷ്യന്റെ ഈ കണ്ട വളർച്ചയുടെ മുഴുവൻ നിദാനമായ നമ്മുടെ തലച്ചോറിനെ കുറിച്ച്, നമ്മുടെ മനസ്സിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയാൽ, ഞാൻ ഈ ഒരു ടോപ്പിക്ക് കിട്ടിയപ്പോ എനിക്കറിയുന്ന വളരെ അറിവുണ്ട്, നന്നായിട്ട് പഠിച്ച ഒരു മദനി ആയ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, ഈ തലച്ചോറ്, ഹൃദയം, മനസ്സ്, ഇങ്ങനെ ഇതെല്ലാം കൂടിയുള്ള ഒരു കണക്ഷൻ ഉണ്ട്, ഇതിന്റെ വ്യത്യാസം എന്താണ് എന്ന് മനുഷ്യൻ ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് കോംപ്ലിക്കേറ്റഡ് എന്നുള്ളതാണ് അതിന്റെ ഫസ്റ്റ് ആൻസർ. അപ്പൊ ഇന്ന് നമ്മൾ ബ്രെയിനിന്റെ ശോഷണത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് മൈൻഡിനെ കുറിച്ചും അതിനെ എങ്ങനെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുന്ന കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കേണ്ടി വരും. അപ്പൊ ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമുള്ളത് നമ്മുടെ ഈ റൂട്ടിലുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ ഇമാജിനേഷൻ. നമ്മളൊക്കെ സങ്കല്പങ്ങൾക്ക് പുറത്താണ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മാറ്റത്ത് നന്മ എന്ന് പറയുന്നത്, മൂല്യങ്ങൾ എന്ന് പറയുന്നത്, എത്തിക്സ് എന്ന് പറയുന്നത് മുന്നിൽ വെക്കാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ആ ഒരു വെളിച്ചം, ആ ഒരു വിളക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അത് കൃത്യമായി പ്രകാശിക്കുന്നുണ്ടോ, അതിന്റെ പ്രകാശങ്ങൾക്ക് ഈ സമൂഹത്തിലെ ഈ ചേഞ്ചുകളെ അഡ്രസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഇത്തരത്തിലുള്ള ഡിസ്കഷൻ ഉണ്ടാകേണ്ടതുണ്ട്. ഫോക്കസ് എന്ന് പറയുന്നത് യൂത്ത് ഓർഗനൈസേഷൻ എല്ലായ്പ്പോഴും മനുഷ്യ സമൂഹത്തിലെ യുവാക്കളുടെ റെപ്രസെന്റേഷൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള അപ്ഡേഷനുകളെ കുറിച്ച്, ചേഞ്ചുകളെ കുറിച്ച്, ടെക്നോളജിയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ആ നിലക്ക് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള റെഫറൻസ് ആവട്ടെ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഫോക്കസ് ഇന്റർനാഷണൽ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബൈ ബൈ. വലൈക്കും അസ്സലാം. മാഷാ അല്ലാ. ഷബീർ ഖാന്റെ സ്റ്റോറി വളരെ നമുക്കൊരു മനസ്സിൽ തട്ടുന്ന ഒരു സ്റ്റോറി ആയിരുന്നു. അടുത്തതായിട്ട് നമ്മൾ നേരെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. കാരണം നമുക്ക് ഒരു 1 hour പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിലും പിന്നെ ഒരുപാട് പേര് നാട്ടിൽ നിന്നും ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അധികം സമയം വൈകിപ്പിക്കാതെ തന്നെ നമ്മുടെ പ്രധാന ഘട്ടത്തിലേക്ക് കിടക്കാം. അപ്പം ബ്രെയിൻ റോട്ടിനെ കുറിച്ച് സംവദിക്കുവാനായിട്ട് അതിനെക്കുറിച്ച് ഒരു ഗഹനമായ അറിവ് നൽകുന്നതിനുമായി പ്രശസ്ത സൈക്കോളജിസ്റ്റും മൈൻഡ് മെൻറ്റേഴ്സ് കമ്പനിയുടെ കോഫൗണ്ടറുമായ സന കരീം നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ
സന കരീമിനെ നമ്മൾ ഏകദേശമൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സന നമ്മൾ അതിനെ അധിഷ്ഠിതമായിട്ടും കുറച്ച് ആ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് ഉത്തരം നൽകുന്നതാണ്. ഇതിനുപരി പ്രേക്ഷകർക്ക് ഇനി കാണികൾക്ക് ഇനി ഇതിൽ കൂടാതെ വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഈ പരിപാടിയുടെ അവസാന ഘട്ടത്തിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷന് നമ്മൾ വെക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കണം, ബ്രെയിൻ റോട്ടിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അതിൽ നമുക്ക് പ്രേക്ഷകർക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സമയം അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യമായിട്ട് നമ്മൾ പോകുന്നത് എന്താണ് ബ്രെയിൻ റോട്ട്, വാട്ട് ഈസ് ബ്രെയിൻ റോട്ട് ആൻഡ് വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ടോക്ക് അബൌട്ട് ഇറ്റ് ടുഡേ എന്നുള്ളതാണ്. അപ്പോൾ സന, താങ്കളെ നമ്മൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ഈസ് ബ്രെയിൻ റോട്ട്? Okay, first of all, thank you for having me here. Okay, so brain rot എന്ന് പറയുമ്പോൾ അപ്പൊ അതിനു മുന്നേ ഞാൻ നിങ്ങളോട് ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മളെല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? ഫോണും ലാപ്ടോപ്പും എല്ലാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. എപ്പോഴെങ്കിലും നിങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്ത് നിങ്ങൾ കുറച്ചു നേരം യൂട്യൂബും ഷോർട്സ് ഒക്കെ കണ്ടതിന് ശേഷം എപ്പോഴെങ്കിലും നിങ്ങൾ ടയേർഡ് ആയ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? കുറച്ചു നേരം ഫോണിൽ സ്പെൻഡ് ചെയ്തു, ഞാൻ പെട്ടെന്ന് ടയേർഡ് ആയിപ്പോയി, പ്രത്യേകിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് ടയേർഡ് ആയിപ്പോയി. നിങ്ങൾ എപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്? എന്തുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ ടയേർഡ് ആയി പോയിട്ടുണ്ടാവുക? അതിനുള്ള ഉത്തരമാണ് ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. ആസ് സിമ്പിൾ ആസ് ഇറ്റ് ഈസ്, ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ വരുന്ന ഒരു റോട്ടനിങ് ആണ്. ബ്രെയിൻ ഈസ് ഗെറ്റിംഗ് ലേസിയർ, അല്ലെങ്കിൽ ബ്രെയിനിൽ ഓവർ സ്റ്റിമുലേഷൻ വരികയാണ്. അങ്ങനെയൊക്കെ പറയുമ്പം ഈ ബ്രെയിൻ ടയേർഡ് ആവുക എന്നാണ് നമ്മൾ പറയാം. ബ്രെയിൻ റോട്ടിനെ സിമ്പിൾ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ടയേർഡ് ആവുക ഇൻ ദ സെൻസ്, അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളെ ബ്രെയിൻ കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കുറെ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ കുറെ നമ്മൾ എന്തോ കാര്യമായിട്ട് എന്തോ വർക്ക് ചെയ്തതുകൊണ്ടാണ് ടയേർഡ് ആവുന്നത്. അതല്ല, നമ്മൾ ഈ റീൽസും ഷോർട്സും വീഡിയോസും ഒക്കെ കാണുമ്പോൾ നമ്മൾ ആക്ച്വലി വിചാരിക്കും ഓക്കെ കുറെ ലോങ് അവേഴ്സ് ഓഫ് ഷിഫ്റ്റ് ഓഫ് ലൈക്ക് വർക്ക് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഓക്കെ ഒരു 5-10 മിനിറ്റ് ഞാൻ റിലാക്സ് ആവട്ടെ, ഒന്ന് ഫോൺ എടുത്ത് കുറച്ചു നേരം നോക്കാന്നൊക്കെ വിചാരിക്കും. ആക്ച്വലി നമ്മൾ ഈ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആവുന്നുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങളൊക്കെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഈ ഫോണിൽ കളിക്കുമ്പോഴൊക്കെ റിലാക്സ്ഡ് ആവുകയാണോ ചെയ്യുന്നത്? അവിടെ ആക്ച്വലി നമ്മുടെ ബ്രെയിൻ അവിടെ റിലാക്സ്ഡ് ആവില്ല ചെയ്യുന്നത്. കാരണം ബ്രെയിനിലോട്ട് അപ്പോഴും പാസീവായിട്ട് ഇൻഫോർമേഷൻസ് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ബ്രെയിനിലോട്ട് ഇൻഫോർമേഷൻസ് ഇങ്ങനെ കയറുക, അതായത് മീനിങ്ലെസ് ആയിട്ടുള്ള നമുക്ക് ഈ ഇൻഫോർമേഷൻ കയറിയത് കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലാത്ത ഇൻഫോർമേഷൻ കയറും. അപ്പോൾ നമുക്ക് മീനിങ്ലെസ് ആയിട്ടുള്ള ഒരുപാട് ഓവർലോഡ് ആവുകയാണ് ഇൻഫോർമേഷൻ അവിടെ. അങ്ങനെ നമ്മളെ ബ്രെയിനിന് വരുന്ന ഒരു അവസ്ഥയാണ് ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. അത് നമ്മളെ ബ്രെയിൻ ഈസ് ഗെറ്റിംഗ് ലേസിയർ ബിക്കോസ് കാര്യമായിട്ട് ബ്രെയിനിന് അവിടെ പണി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനത്തെ പാസീവ് ഇൻഫോർമേഷൻസ് ആണ്, നമുക്ക് യൂസ്ലെസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഈ റീൽസിലും ഈ ഷോർട്സിലും കൂടിയൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ ബ്രെയിൻ അങ്ങനെ ചടഞ്ഞ് ഒരു ലേസി സ്റ്റേറ്റിൽ എത്തുന്ന അവസ്ഥയാണ് നമ്മൾ ബ്രെയിൻ റോട്ട് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ഒബ്വിയസ്ലി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ടോക്ക് അബൌട്ട് ഇറ്റ് ടുഡേ ബിക്കോസ് നമുക്കറിയാം ഓക്സ്ഫോർഡ് 2024 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്തത് ബ്രെയിൻ റോട്ട് ആണ്. കാരണം ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു ഡിജിറ്റൽ എറയാണ്. അപ്പം നമ്മളെല്ലാവരും ഫോണും ടാബും ടിവിയും ഒക്കെ ആയിട്ട് എല്ലാവരും ഫോണിൽ എൻഗേജ്ഡ് ആണ്. അപ്പോൾ ആക്ച്വലി നമ്മുടെ വീട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നടക്കുന്ന ഒരു കാര്യമാണ് ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. എന്തുകൊണ്ടും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക് തന്നെയാണ് ബ്രെയിൻ റോട്ട്. അപ്പൊ ബ്രെയിൻ റോട്ട് എന്താന്നുള്ളത് ഇതാണ്, ബ്രെയിൻ ഈസ് ഗെറ്റിംഗ് ലേസിയർ ഡേ ബൈ ഡേ. അതെ അതെ, അതാണ് ആക്ച്വലി ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗ്രേറ്റ്. അതെ, എന്തുകൊണ്ടും കാലോചിതമായ ഒരു വാക്ക് തന്നെയാണ് ബ്രെയിൻ റോട്ട്. അതെ പ്രത്യേകിച്ച് അതെ പുതുതലമുറക്ക് നമ്മൾ നേരിടുന്ന ഈ സോഷ്യൽ മീഡിയയും യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, നമ്മുടെ അറ്റൻഷൻ സ്പാന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കോ ആണെങ്കിലും ഈവൻ നമുക്ക് പോലും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹൗ ഡസ് ബ്രെയിൻ റോട്ട് എഫക്ട് യങ് പീപ്പിൾ? ആൻഡ് ഈസ് ഇറ്റ് മോർ സീരിയസ് ഫോർ ദം ദാൻ ഓൾഡർ പീപ്പിൾ? സോ ആക്ച്വലി എല്ലാ ഏജ് ഗ്രൂപ്പിനും ഒരേപോലെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും ഒരേപോലെ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ചെറിയ ടോട്ടലേഴ്സ് തൊട്ടിട്ട് ഓൾഡർ പീപ്പിൾ, നമ്മൾ ഏജ്ഡ് ആയിട്ടുള്ള പീപ്പിൾ എടുക്കാൻ എല്ലാവരും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിലൊക്കെ ഇപ്പൊ സജീവമാണ്. പണ്ടത്തെ പോലെ ഇല്ല. ഇപ്പം വയസ്സായ ആൾക്കാർ വരെ ഫോണിൽ അത്രയും സജീവമാണ്.
പക്ഷെ എന്നിരുന്നാലും ഈ യങ് പീപ്പിൾ ഇതിനെ കുറച്ചും കൂടെ വൾണറബിൾ ആണ്. കാരണം അവരുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നേ ഉള്ളൂ. അപ്പൊ അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഇത് അത്രയും നെഗറ്റീവായിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും ദാൻ ഓൾഡർ പീപ്പിൾ. കാരണം വെച്ചാൽ ഇപ്പം അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു ടെക്നോളജി സറൗണ്ട് ചെയ്ത് കിടക്കുന്നതാണ്. എപ്പോഴും പഠിക്കാനാണെങ്കിലും എല്ലാത്തിനും അവർ റിലൈ ചെയ്യുന്നത് ടെക്നോളജിയിലോട്ടാണ്. സോ ബേസിക്കലി ഈ ഓവർ യൂസ് ഓഫ് ടെക്നോളജി അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ വളരെയധികം എഫക്ട് ചെയ്യും. ബ്രെയിൻ റോട്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ കൊഗ്നിറ്റീവ് ഫങ്ഷൻസ്, അതേപോലെ അറ്റൻഷൻ സ്പാൻ. ഓഫ് കോഴ്സ് നമുക്കറിയാം ഒരു നോർമൽ ഹ്യൂമൻസിന് 20 മിനിറ്റ്സ് ആണ് അറ്റൻഷൻ സ്പാൻ നമ്മൾ പറയാം. അപ്പം ഇങ്ങനെ നമ്മൾ ബ്രെയിൻ റോട്ടൊക്കെ വരികയാണെങ്കിൽ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ, അറ്റൻഷൻ, ഫോക്കസ് ഇതെല്ലാം കുറയും, വിച്ച് വിൽ ഇമ്പാക്ട് ദ സ്റ്റഡീസ്. പിന്നെ അവരുടെ ഫ്യൂച്ചറിൽ അവരെ നല്ല രീതിയിൽ നെഗറ്റീവ്ലി അതൊരു ഇമ്പാക്ട് അവിടെ ഉണ്ടാക്കും. അത് അവരുടെ ക്രിയേറ്റിവിറ്റിനെയും അവരുടെ മുന്നോട്ടുള്ള സ്കിൽസിനെയൊക്കെ നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് തന്നെ ഇമ്പാക്ട് ചെയ്യും ഈ ബ്രെയിൻ റോട്ട്. അത് ഈ ഓവർ യൂസ് ഓഫ് ടെക്നോളജിയാണ് മെയിൻ ആയിട്ടുള്ള കോസ് എന്ന് പറയുന്നത്. ആൻഡ് ഈവൻ നൗ നമ്മളെ വീട്ടിൽ തന്നെയല്ല കുഞ്ഞു മക്കളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ടോട്ട്ലേഴ്സ് തന്നെ ഇപ്പൊ എങ്ങനെയാണ് എല്ലാവരുടെ കയ്യിലും ടാബ്ലറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ഫോണോ ടിവിയോ, മൊത്തത്തിൽ എല്ലാവരും ഈ ഫോണിലാണ് ഉള്ളത്. ഈ 2-3 വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഈ ടാബും ടിവിയും ഒക്കെ കൊടുത്തിട്ട് ഫുഡ് കഴിക്കാനാണെങ്കിലും, അല്ലെങ്കിൽ അവരെ കുറച്ചു നേരത്തേക്ക് എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് പാരന്റ്സ് ചെയ്യുന്ന പണിയാണ് ഈ ടാബോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക, കാർട്ടൂൺസോ കാണിച്ചു കൊടുക്കുക. അതിലൂടെ ഈ കുട്ടിയുടെ ഡെവലപ്മെന്റിൽ എത്രത്തോളം നെഗറ്റീവ്ലി അത് ബാധിക്കുന്നുള്ളത് നമ്മൾ ചിന്തിക്കില്ല. ആ ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് നമ്മൾ അതൊന്ന് ഡിസ്ട്രാക്ട് ആവാൻ വേണ്ടി കൊടുക്കുന്നത്. ആക്ച്വലി അതും ആ ഒരു യങ് ടൈമിൽ നമ്മളിത് കൊടുക്കുമ്പോൾ അവരുടെ ക്രൂഷ്യൽ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു ടൈമാണത്. അപ്പൊ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ അവരുടെ ഡെവലപ്മെന്റിന് കൊഗ്നിറ്റീവ് ആയിട്ട് മോട്ടോർ സ്കിൽസ്, ലൈക്ക് ലാംഗ്വേജ് സ്കിൽസ്, എല്ലാത്തിനും ഇത് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. സോ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ യങ് പീപ്പിളിനെക്കാട്ടി കൂടുതലായിട്ട് എഫക്ട് ചെയ്യുക ഓൾഡർ പീപ്പിളിനെക്കാട്ടി കൂടുതൽ എഫക്ട് ചെയ്യുക യങ് പീപ്പിൾ. എന്നിരുന്നാലും ഓൾഡർ പീപ്പിളിനും ഇതിന്റെ എഫക്ട്സ് ഉണ്ട്. ഇപ്പം ഓൾഡർ പീപ്പിൾ ഈ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന പ്രോബ്ലംസ് എന്ന് ചിലപ്പോൾ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ലോൺലിനെസ്സും സ്ട്രെസ്, ആങ്സൈറ്റി ഇങ്ങനത്തെ കുറെ കാരണം ഇത് വരും. അത് വിച്ച് ക്യാൻ ലീഡ് ടു ബ്രെയിൻ റോട്ട്. അവർക്കും ബ്രെയിൻ റോട്ട് ഉണ്ടാവും, ബട്ട് സിവിയർലി എഫക്ട് ചെയ്യുക അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ യങ് പീപ്പിൾ തന്നെയാണ്. ഓക്കെ സന, ഈ യങ് പീപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ മക്കൾക്ക് ഞാൻ എവിടെയോ വായിക്കുകയുണ്ടായി, നമ്മൾ അമിതമായിട്ട് സ്ക്രീൻ ടൈം ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഓട്ടിസം വരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട്? യെസ്, വിർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞിട്ട് ഇപ്പം പുതിയത് നമ്മൾ എല്ലായിടത്തും കാണുന്ന വീഡിയോസ് ആണ്. കാരണം ഇവർ ഇതിലാണല്ലോ മുഴുവൻ ടൈമും. ഇപ്പം ചെറുതിലെ പുറത്തുനിന്ന് ഫിസിക്കൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ വേറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസോ കുറവാ. ഇപ്പൊ എല്ലാവരും വർക്കിംഗ് പാരന്റ്സ് ആണെങ്കിലും ഇപ്പൊ നമ്മൾ മെയിൻലി നമ്മൾ NRIs ആണെങ്കിലും ഈ റൂമിൽ തന്നെ ഇരിക്കുന്നതാണ് നമുക്ക് പതിവ്. അപ്പം എല്ലാവരും കുട്ടികളെ ഡിസ്ട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ കുട്ടികളെ വികൃതി കളിക്കുമ്പോൾ നമ്മൾ വേഗം ഫോൺ കൊടുക്കും. നമ്മൾ പറഞ്ഞ പോലെ നല്ല രീതിയിൽ നല്ല നെഗറ്റീവ് ഇമ്പാക്ട് അവരുടെ ഡെവലപ്മെന്റിന് അത് ഉണ്ടാക്കും. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കാണാം ഈ കുട്ടികൾ ഈ ഇതിൽ കാർട്ടൂണൊക്കെ കണ്ടിട്ട് ഫസ്റ്റ് ഇവര് മിമിക് ചെയ്യുക ഈ കാർട്ടൂണിന്റെ വോയിസ് ആയിരിക്കും ദാൻ നമ്മൾ എന്തെങ്കിലും കറക്റ്റ് വേർഡ്സ് പറയുന്നതിനെക്കാട്ടും കൂടുതൽ. കാരണം അവർ ഇതാണ് കാണുന്നത്, അവർ ഇതിലോട്ട് ആയി മാറാണ്, ഇതാണ് റിയാലിറ്റി എന്നുള്ള ഒരു തോട്ടിലോട്ട് കുട്ടികൾ എത്തും. വിച്ച് ക്യാൻ ലൈക്ക് നമ്മൾ പറഞ്ഞ പോലെ ഓട്ടിസം പോലത്തെ അസുഖം നമുക്ക് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഈ യങ് ജനറേഷന് ഈ ഒരു ടെക്നോളജി കൊണ്ട് ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാവും. എന്നാലും നമ്മൾ ഈ ടെക്നോളജി ഇപ്പൊ നമുക്ക് ഇല്ലാണ്ട് പറ്റില്ല, അത് നമ്മുടെ ലൈഫ് ബാഡ് ആക്കുന്നല്ല. ബട്ട് ഒരു ലിമിറ്റ് ഇല്ലെങ്കിൽ, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഇല്ലെങ്കിൽ, ടെക്നോളജി നമ്മൾ ലിമിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇനി വരാൻ പോകുന്ന ജനറേഷന് അത് വളരെയധികം ബാഡായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. യെസ്, തീർച്ചയായിട്ടും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കോസസ്. വാട്ട് ആർ ദ മെയിൻ കോസസ് ഓഫ് ബ്രെയിൻ റോട്ട്? ഇസ് ഇറ്റ് ഡ്യൂ ടു ടെക്നോളജി, സോഷ്യൽ പ്രഷർ ഓർ സംതിങ് എൽസ്? ഓക്കെ, സോ മെയിൻ കോസസ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഓവർ യൂസ് ഓഫ് ടെക്നോളജി ഇസ് ദർ. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച പോലെ ഓവർ യൂസ് ഓഫ് ടെക്നോളജിയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള റീസൺ. കാരണം നമ്മൾ വർക്കിനും സ്റ്റഡീസിനും എന്റർടൈൻമെന്റിനും ഫാമിലി ആയിട്ടുള്ള കണക്ഷൻസിനോ എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ടെക്നോളജിയാണ്. അപ്പം വി ആർ സോ ഗ്ലൂ ടു ദ ടെക്നോളജി, അല്ലെങ്കിൽ ഗ്ലൂ ടു അവർ ഫോൺ. അപ്പം അത് അവിടെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും വേറെയും റീസൺസ് ഉണ്ട്, ലൈക്ക് സോഷ്യൽ പ്രഷർ എന്ന് പറയാം. ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനെയും യൂട്യൂബേഴ്സിനെയും ഒക്കെ ഒരുപാട് നോക്കും, നമ്മൾ നോക്കി കാണുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ അൺകോൺഷ്യസ്ലി വി സ്റ്റാർട്ട് ടു കമ്പയർ അവർ സെൽഫ് വിത്ത് ദം.
ലൈക്ക് ഓക്കെ അവര് എന്റെ ഏജേ ഉള്ളൂ എന്നിട്ടും ദേ റീച്ച് അറ്റ് ദിസ് ഹൈ പൊസിഷനിൽ, അല്ലെങ്കിൽ അവർ എന്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട്, ഞാൻ അവളുടെ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ അവള് നല്ല അബ്രോഡിൽ സെറ്റിൽഡ് ആണ് വിത്ത് ദെയർ ഓൺ ലൈക്ക്, അങ്ങനെ നമ്മൾ അവരുടെ കരിയർ ഗ്രോത്തും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും. ഞാൻ എവിടെ എത്തിയില്ല, ഞാൻ ഒന്നും ആയില്ല, ആ ഒരു കമ്പാരിസൺ അവിടെ ഉണ്ട്, വിച്ച് ക്യാൻ കോസ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി വിച്ച് ലീഡ്സ് ടു ബ്രെയിൻ റോട്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊന്നും, അതായത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ എൻഗേജ് ആവുന്നില്ല എന്നുള്ളൊരു കാര്യം. നമ്മൾ പുറത്തൊന്നും പോകുന്നില്ല, പുറത്തുള്ള ആക്ടിവിറ്റീസ് ലൈക്ക് എപ്പോഴും ഉള്ളിലാണ് നമ്മൾ, ഫുൾ ടെക്നോളജി ആയിട്ട് ഗെയിമിംഗ് ആണ്. ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗെയിമിങ്ങിലാണ് നിൽക്കുന്നത്. പുറത്ത് പോയിട്ട് ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലൊന്നും നമ്മൾ എൻഗേജ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ വിച്ച് ഓൾസോ ക്യാൻ കോസ് ബ്രെയിൻ റോട്ട്. ഫുൾ ടൈം നമ്മൾ ടെക്നോളജി ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ എന്റർടൈൻമെന്റും എല്ലാ കാര്യവും കിടക്കുന്നത് വർക്കും. ഇപ്പം നമുക്ക് എല്ലാവർക്കും വർക്കും എല്ലാം ലാപ്ടോപ്പിലാണല്ലോ വരുന്നത്. സോ മൊത്തത്തിൽ നമ്മൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എൻഗേജ് ആവുന്നില്ലെങ്കിൽ വിച്ച് ക്യാൻ ഓൾസോ കോസ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി മാനേജ്മെന്റ്. സ്ട്രെസ് മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്ട്രെസ് എന്ന് പറഞ്ഞ കാര്യം നമ്മളെ മെന്റൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അത് മാനേജ് ചെയ്യാൻ പഠിച്ചേ മതിയാവും. നമ്മുടെ സ്ട്രെസ്സിനെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിച്ചേ മതിയാവും. അതില്ലെങ്കിൽ നമുക്ക് നല്ല നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രഷർ അവിടെ ഉണ്ടാവും. നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കുന്ന രീതിയിലേക്ക് എത്തും. സോ അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് ആണ്. നമ്മളെ വർക്കും നമ്മളെ എന്റർടൈൻമെന്റും ഫാമിലിയും എല്ലാം നമ്മളൊരു ബാലൻസിലോട്ട് എത്തിക്കാൻ നമുക്ക് പറ്റണം. അതില്ലാന്നുണ്ടെങ്കിൽ അവിടെയും സ്ട്രെസ്സും ആങ്സൈറ്റിയും നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വിച്ച് ലീഡ്സ് ടു ബ്രെയിൻ റോട്ട്. സോ മെയിൻ കോസ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്നോളജിയുടെ ഓവർ യൂസ് ആണെങ്കിലും അതർ റീസൺസും ഉണ്ട്. ഓൺലി ടെക്നോളജി മാത്രമല്ല, ഇത്രയും റീസൺസ് ഉണ്ട്, ഇതിലും കൂടുതൽ റീസൺസ് ഉണ്ട്. സോ വിച്ച് ക്യാൻ ഓൾ കോസ് ബ്രെയിൻ റോട്ട്. തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് നമ്മുടെ എനിക്ക് തോന്നുന്നത് കോവിഡിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കൂടുതലായിട്ടും Yeah. ടെക്നോളജി ആയിട്ട് ലിങ്ക് ആവാനുള്ള ഒരു പ്രധാന ഒരു കാരണമായിട്ട് തോന്നുന്നത്. ഈവൻ യങ് ജനറേഷന്, കാരണം പാരൻസിന് പിന്നെ വേറൊരു വഴിയില്ലാതെ ഒരു സിറ്റുവേഷനിലേക്കും ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു അതൊരു ഹാബിറ്റായി മാറി. പിന്നെ കുട്ടികൾക്ക് ഓൾറെഡി അത് സ്ക്രീന് എത്തിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അവരിൽ നിന്ന് എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നു. പിന്നെ ഈ സോഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് വളരെ വലിയൊരു സംഭവം തന്നെയാണ്. സാനം പറഞ്ഞതുപോലെ തന്നെ, അതായത് നമ്മളിപ്പോൾ നമ്മൾ സ്വയം ഒരു തീരുമാനം എടുത്താലും നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനെന്നൊരു വ്യക്തി ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെല്ലാം നീ ഇൻസ്റ്റാഗ്രാമിൽ അത് കണ്ടോടാ, നീ ഇത് കണ്ടോടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് പിന്നെ നമ്മൾ പോകാൻ പ്രചോദിതരാവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഈ ഒരു ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ സന, ഈ ഒരു നമുക്ക് Yeah. ഈ ബ്രെയിൻ റോട്ടിനെ നമുക്ക് തരണം ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഒരു കാലമാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ഹൗ ടു റെക്കഗ്നൈസ് ഹൗ ക്യാൻ പീപ്പിൾ റെക്കഗ്നൈസ് ദ ഏർലി സൈൻസ് ഓഫ് ബ്രെയിൻ റോട്ട്? സോ ഏർലി സയൻസ് എന്ന് പറയുമ്പോൾ അറ്റ് ഏർലിയസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബിറ്റ് ഡിഫിക്കൽട്ട്. കാരണം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഇഫ് യു ആർ എ പേഴ്സൺ, നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ചെറിയ ചേഞ്ചസും നിങ്ങൾക്ക് അത്രയും അവെയർ ആവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലാവാം. അതല്ല, നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം നമുക്ക് ബ്രെയിൻ റോട്ട് ഉണ്ടോ എന്നുള്ളത്? നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇത് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ ഫോക്കസ്, അറ്റൻഷൻ സ്പാനിനൊക്കെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്ന കാര്യമാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബ്രെയിൻ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കുന്നില്ലല്ലോ, ബ്രെയിൻ ലേസി ആയില്ലേ. അപ്പൊ നമുക്കൊരു പെർട്ടിക്കുലർ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ അസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം റീഡ് ചെയ്യുന്ന ഒരാളായിരുന്നു, ബട്ട് റീസെന്റ് നമ്മൾ കുറെ ആയി ബുക്കൊക്കെ വായിച്ചിട്ട്. അപ്പൊ നമ്മളൊരു ബുക്ക് എടുത്ത് ഒരു പേജിൽ വായിക്കാൻ നോക്കുന്നു, അതന്നെ നമ്മൾ കഷ്ടിച്ചാണ് നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നത്. പക്ഷെ ഇത് പ്രോസസ് ചെയ്യുന്നില്ല. സെക്കൻഡ് പേജ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി നമ്മുടെ ഫോൺ എടുക്കും. സീരിയസ്ലി നമുക്ക് അത് നടക്കുന്ന ഒരു കാര്യമാണ്. അതല്ല, മറ്റുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഇതുപോലത്തെ വെബിനാർസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ നമ്മളെല്ലാവരും ഈ ടാബ് ഒരു സൈഡിൽ ഓപ്പൺ ആക്കിയിട്ട് മറ്റേ വേറെ, ഇപ്പം തന്നെ പല ആൾക്കാരും ഇതിലുള്ള പല ആൾക്കാരും വാട്സാപ്പ് ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. കാരണം നമുക്കൊരു കാര്യത്തിൽ നമുക്ക് ഇരുന്ന് അറ്റൻഷൻ അല്ലെങ്കിൽ നമ്മുടെ മൊത്തം അറ്റൻഷൻ ഇതിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ ഒരു സിംഗിൾ ആക്ടിവിറ്റിയിലോട്ട് മാത്രം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഭയങ്കര പാടായിട്ടുള്ള നമുക്കത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം എന്താ, ഇറ്റ്സ് എ സൈൻ ഓഫ് ബ്രെയിൻ റോട്ട്. പിന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിനെ ഇത് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും.
നമ്മൾ ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാണ്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്യാൻ നോക്കുമ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്കൊന്നും വരൂല. നമ്മുടെ മൈൻഡിലേക്ക് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസുകൾക്ക് വരാൻ ഭയങ്കര പാടാണ്. കാരണം നമ്മൾ ഈ ഒരു ഇതിൽ അങ്ങോട്ട് ഇതായി പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇമോഷണലി അൺസ്റ്റേബിൾ ആവുന്നതും ഒരു സൈൻ ഓഫ് ബ്രെയിൻ റോട്ട് എന്ന് പറയാം. ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും, എപ്പോഴും ടയേർഡ് ആയിരിക്കും, നമുക്ക് എപ്പോഴും ദേഷ്യം വരാം, ഇങ്ങനത്തെ കുറെ റീസൺസ് ഉണ്ട്. അത് ഇതിന്റെ മാത്രമാണല്ല, ഇറ്റ്സ് ഓൾസോ എ സൈൻ ഓഫ് ബ്രെയിൻ റോട്ട് എന്ന് പറയാം നമുക്ക് ഇത്. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ പറയാം അറ്റൻഷൻ, ഫോക്കസ്, കോൺസെൻട്രേഷൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ അറ്റൻഷനും കോൺസെൻട്രേഷനും ഒക്കെ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ടാബ് ഒക്കെ മാറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾ റിഫ്ലക്ട് ചെയ്യുക. ഓക്കെ, ലൈക്ക് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എനിക്ക് ഈ ഒരു സിംഗിൾ ടാസ്കിൽ എന്റെ മൊത്തം ടൈമും ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളോട് തന്നെ നിങ്ങൾ റിഫ്ലക്ട് ചെയ്യേണ്ട സമയമായിരിക്കണം. Yeah. വളരെ ശരിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുന്ന വാർത്തകളാണ്. അതായത് മക്കൾക്ക് മൊബൈൽ കൊടുക്കാത്തപ്പോൾ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ അക്രമം വരെ നേരിടേണ്ടി അതെ. വരുന്ന വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ ബ്രെയിൻ റോട്ടിന്റെ ഒക്കെ ഒരു സൈൻ ആയിട്ടായിരിക്കും നമുക്ക് കണക്കാക്കേണ്ടത്. എന്നിരുന്നാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്ട്രാറ്റജീസ്. വാട്ട് ആർ സം സിമ്പിൾ സ്ട്രാറ്റജീസ് ടു ബാലൻസ് ഡിജിറ്റൽ ലൈഫ് ആൻഡ് മെന്റൽ വെൽബീയിങ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഡിജിറ്റൽ ലൈഫും റിയൽ ലൈഫും തമ്മിൽ നമ്മൾക്കൊരു ബാലൻസ് ഉണ്ടാക്കണം. എന്താണ് ഡിജിറ്റൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ ലൈഫ്? അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മൾ എപ്പോഴും മനസ്സിൽ കരുതണം. ഇറ്റ് ഈസ് ഡിഫറെന്റ് എന്നുള്ള കാര്യം. പിന്നെ സ്ട്രാറ്റജീസ് നമുക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സെറ്റ് സ്ക്രീൻ ടൈം. സ്ക്രീൻ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോ നിങ്ങളെ വർക്കിന് നിങ്ങൾക്ക് സ്ക്രീൻ അത്യാവശ്യമാണ്, നമുക്ക് ലാപ്ടോപ്പ് അത്യാവശ്യമുണ്ടെങ്കിൽ ആഫ്റ്റർ വർക്ക് നിങ്ങളുടെ എന്റർടൈൻമെന്റ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യുക, ലിമിറ്റ് ചെയ്യുക ആൻഡ് സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. ഇപ്പൊ 1 hour 2 hour നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ നിൽക്കുക. പിന്നെ നിങ്ങൾ ആ ഒരു ലിമിറ്റേഷൻ, ആ സ്ക്രീൻ ടൈം ലിമിറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അത് വലിയൊരു കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെൻഷൻ ചെയ്തൊരു കാര്യം ഡിജിറ്റൽ ഡീടോക്സ്. ഡിജിറ്റൽ ഡീടോക്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മളും ഫോണും ഇതൊക്കെ മൊത്തം ഉപേക്ഷിച്ച് പോവാന്നല്ല. റാദർ വൺസ് ഇൻ എ മന്ത് ഓർ വൺസ് ഇൻ എ വീക്ക് 5 to 6 hours എങ്കിലും നിങ്ങൾ ഈ ഫോണും ഗാഡ്ജറ്റ്സും ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് മറ്റുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ആവാൻ നോക്കുക എന്നുള്ളതാണ്. കാരണം എപ്പോഴും നമ്മൾ ഇതുമായിട്ട് ഗ്ലൂഡ് ആണ്, എപ്പോഴും ഇങ്ങനെയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അങ്ങനെ ഡിജിറ്റൽ ഡീടോക്സിങ് ചെയ്യുമ്പോൾ വിച്ച് വിൽ ഇമ്പാക്ട്, ലൈക്ക് നല്ലൊരു ഇമ്പാക്ട് നിങ്ങൾക്ക് തരും. ഒരു റീഫ്രഷ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ ചെറിയ ബ്രീത്തിങ് എക്സസൈസ്, ലൈക്ക് നമ്മുടെ ഒരു ഡേയിൽ 5 to 10 minutes അത് എടുക്കുള്ളൂ. പക്ഷെ അത് നമുക്ക് നല്ല ഒരു പോസിറ്റീവ് എഫക്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ബ്രീത്തിങ് എക്സസൈസസ്, സിമ്പിൾ യോഗ സ്ട്രെച്ചസ്. ഇതൊക്കെ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു റൂൾ ഉണ്ട്, 20-20-20 റൂൾ എന്നാണ് അതിന് പറയാം. ഇറ്റ്സ് വെരി സിമ്പിൾ. എവറി 20 minutes നമ്മൾ വർക്ക് ചെയ്യുന്നതൊക്കെ കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ എവറി 20 minutes ഒരു 20 സെക്കൻഡ്സിലെങ്കിലും നമ്മുടെ 20 feet എവേ ഉള്ള ഒരു സാധനം സ്പോട്ട് ചെയ്യുക എന്നുള്ളത്, ഒരു ഒബ്ജക്റ്റ് സ്പോട്ട് ചെയ്യുക, ഒരു 20 സെക്കൻഡ്സിൽ അതിനെ നോക്കിയിരിക്കുക. അത്രയും സിമ്പിൾ ആണ്. ബട്ട് ലൈക്ക് അതൊരു ബ്രേക്ക് ആണ്. നമ്മൾ ഈ ഒരു 20 minutes കൂടുമ്പോൾ നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഈ ടെക്കിൽ നിന്ന് നമ്മളൊന്ന് ബ്രേക്ക് എടുത്തിട്ട് ഒരു 20 സെക്കൻഡ്സൊക്കെ 20 feet എവേയുള്ള ഒരു സാധനം നോക്കുക, ഒരു സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വീടുകളിലൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡിവൈസ് ഫ്രീ സോൺസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ അല്ലെങ്കിൽ ബെഡ്റൂംസിൽ ഒരു ഡിവൈസ് ഫ്രീ സോൺസ് ആക്കുക. അതിപ്പോ ഫാമിലി ഒന്നായിട്ട് ആ ഒരു തീരുമാനം എടുക്കുക. ഡൈനിങ് ടേബിളിൽ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ആരും ഫോൺ യൂസ് ചെയ്യരുത്. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ റെസ്റ്റോറൻറ്റ്സിൽ പോയാലും വീട്ടിലാണെങ്കിലും എല്ലാവരും അവനവന്റെ ഫോണും കൊണ്ട് അവരവർക്ക് വേണ്ട പ്രോഗ്രാംസ് ഒക്കെ വെച്ചിട്ടാണ് ഫുഡ് കഴിക്കുക. എന്താ കഴിക്കണേന്ന് പോലും ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. എന്നാലും എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ടാവും, അതിലായിരിക്കും സംസാരം. എല്ലാവരും കുറവാണ്, എല്ലാവരും അവരുടെ ഫോണിൽ ഒതുങ്ങുകയാണ് ചെയ്യുക. സോ ഈ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിജിറ്റൽ ഫ്രീ സോൺസ് ഡൈനിങ് ടേബിളിലൊക്കെ നമുക്ക് വെക്കുകയാണെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, ഫാമിലിയുടെ ഒരു ഇന്റിമസി കൂടും, ആ ഒരു സോഷ്യൽ കണക്ഷൻസ് കൂടും. അപ്പൊ ഇത് കണ്ട് വളരുന്ന ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അത് അവർക്കും ഒരു എൻകറേജ്മെന്റ് ആണ്. അവരുടെ ഈ കൊക്കോമേളം പോലത്തെ കാര്യം നിന്ന് ഈ ടാബിൽ നിന്നൊക്കെ ഒഴിവാക്കി അവർക്കും സംസാരിച്ചിട്ട് അവരുടെ ഡെവലപ്മെന്റിനെയും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്റ്റെപ്സ്, വളരെ ചെറിയ സ്റ്റെപ്സ് ആണ്, നമുക്ക് തന്നെ എടുക്കാൻ പറ്റുന്ന സ്റ്റെപ്സ് ആണ്. ഇതൊക്കെ എടുത്താൽ തന്നെ നമുക്ക് വലിയൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഓൾ അറ്റ് എ വൺസ് അല്ല, 1 by 1 ഗ്രാജുവലി നമുക്ക് ഇതൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ചെറിയ ചെറിയ സ്റ്റെപ്സ് ആണത്. സോ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്തൊക്കെ തന്നെ നമുക്ക് ഇതിന്റെ മാറ്റമൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. Yeah. തീർച്ചയായും. അതായത് ഈ ഡിജിറ്റൽ ഫ്രീ സോൺ എന്ന് പറയുന്ന ഒരു വളരെ നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് തോന്നുന്നു. കാരണം
ഉം. ഇവിടെ എനിക്ക് പേഴ്സണലി ഞാൻ ലൈക്ക് കുറച്ച് നേരത്തേക്ക് മൊബൈൽ ഓഫാക്കിയിടാം എന്ന് വിചാരിച്ച് ഞാൻ പോക്കറ്റിലേക്ക് ഇടുമ്പോൾ ഞാൻ അറിയാതെ തന്നെ എന്താണെന്ന് അറിയില്ല, നമുക്കൊരു മസിൽ മെമ്മറി എന്ന പോലെ മൊബൈൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ കയ്യിലേക്ക് എത്തി, ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ ബ്രെയിനിൽ ഇംപ്രിൻറ്റഡ് ആയി എന്നാണ് തോന്നുന്നത്. അതായത് നമ്മൾ മൊബൈലിൽ ഒരു 5 സെക്കൻഡ് ഒരു 10 സെക്കൻഡ് എടുത്തു നോക്കുക എന്നുള്ള ഒരു 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 എന്താ പറയുക, ഒരു സന്ദർഭത്തിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഫ്രീ സോൺ എന്ന് പറയുമ്പോൾ നമ്മൾ മൊബൈലിനെ എന്താണ് നമ്മളെ കയ്യിൽ വെക്കാതെ തന്നെ ഒരു വേറെ ഏരിയയിലേക്ക് തന്നെ മാറ്റി വെക്കുക എന്നുള്ളത് വളരെ നല്ലൊരു സ്ട്രാറ്റജി തന്നെയാണ്. ഈവൻ നമ്മളെ കുട്ടികൾ തന്നെ നമ്മളെ നോക്കിയിട്ടാണല്ലോ അനുകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അതെ അതെ അവരതേപോലെ കോപ്പി ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പം നമ്മൾ സ്വയം അങ്ങനത്തെ കാര്യങ്ങൾ മാതൃകയാക്കാതെ അവരിൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു തെറ്റായ ഒരു ചിന്താഗതി. തെറ്റാണ്. അതെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹൗ ടു പ്രിവെന്റ്, ഹൗ ക്യാൻ പാരൻസ് ആൻഡ് എഡ്യൂക്കേറ്റേഴ്സ് ഹെൽപ്പ് പ്രിവെന്റ് ബ്രെയിൻ റോട്ട് ഇൻ യങ് പീപ്പിൾ? സോ പാരന്റ്സും എഡ്യൂക്കേറ്റേഴ്സും ഈ ചിൽഡ്രൻസിന്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും വളരെയധികം ഇമ്പോർട്ടന്റ് റോളുള്ള ആൾക്കാരാണ്. സോ പാരന്റ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ തന്നെ അവർക്ക് നമ്മൾ റോൾ മോഡൽ ആവുക എന്നുള്ളത്, ചിൽഡ്രൻസിന് പാരന്റ്സ് റോൾ മോഡലായി കാണിക്കുക. മെയിനായിട്ടും കുട്ടികൾക്ക് സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക. ഈ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഫോണും ടാബ്ലറ്റും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ കൊടുത്തു പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക, സ്ക്രീൻ ടൈം കൊടുക്കുക. അപ്പൊ കൊടുക്കുമ്പം ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് ഇങ്ങനെ സ്ക്രീൻ ടൈം ഒക്കെ കൊടുക്കുന്ന പാരന്റ്സ്, എന്നിട്ട് പാരന്റ്സ് അവിടെ ഇരുന്നിട്ട് അവരെ ഫോൺ നോക്കുക, അവരെ യൂട്യൂബ് കാണുക. അപ്പൊ അത് കുട്ടികൾ വിചാരിക്കും ഓക്കെ, അപ്പൊ അവിടെ അത് വർക്ക്ഔട്ട് ആവില്ല, അതൊരിക്കലും വർക്ക് ആവില്ല. റാദർ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളും അതേപോലെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അവർക്കുള്ള റോൾ മോഡൽ ആവുക നിങ്ങൾ. ആൻഡ് ഈ സ്ക്രീനിൽ മാറിയിട്ട് കുട്ടികൾ കുറച്ചും കൂടി ഫാമിലി എൻവയോൺമെന്റ്, നല്ലൊരു ഫാമിലി എൻവയോൺമെന്റിൽ നല്ല ഗെയിംസ് ഉണ്ടാക്കുക, ഫാമിലി പ്ലേ ടൈം ആൻഡ് ഫാമിലി ടോക്കിംഗ് ടൈം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുതിയ പുതിയ ഫാമിലി ഗെയിംസും അതേപോലെ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ്. കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് ഉണ്ട്, അവരുടെ കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് എബിലിറ്റീസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫാമിലി, അതായത് പാരന്റ് എന്നുള്ള രീതിയിൽ നിങ്ങളും ഇൻവോൾവ് ആവുക, എന്നിട്ട് എല്ലാവരും കൂടെ പ്ലേ ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുട്ടീനെയും നമുക്ക് ഇതിൽ നിന്ന് പുറത്തോട്ട് എത്തിക്കാൻ പറ്റും. അതേപോലെ നമ്മളെയും ലൈക് വി ആർ ഹെൽപ്പിംഗ് അവർ സെൽഫ് ടു കം ഔട്ട് ഓഫ് ദിസ്. പിന്നെ ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ, എഡ്യൂക്കേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ ആക്ച്വലി ഇപ്പൊ നമുക്ക് ആഫ്റ്റർ കോവിഡ് എവറിത്തിങ് ഈസ് ഓൺലൈൻ, ക്ലാസ്സസ് ആർ ഓൺലൈൻ. പിന്നെ നമ്മളെ ബുക്സ് ഒക്കെ മോസ്റ്റ്ലി ഇപ്പൊ ഇ ബുക്സ് ആണ് വരുന്നത്. അസൈൻമെന്റ്സോ പ്രോജക്ട്സ് എന്തോ ആവട്ടെ നമ്മൾ PDF ആയിട്ട് നമ്മൾ അങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത്. സോ മോസ്റ്റ്ലി ഇപ്പം സ്കൂൾസിലൊക്കെ ഇ ബുക്സ് ആയി തുടങ്ങി. എല്ലാവരും സ്കൂൾസിലൊക്കെ ക്രോം ബുക്സ് ആണ് ഇപ്പൊ എടുക്കുന്നത്, എല്ലാവരും കൊണ്ടുവരുന്നത്. സോ ബേസിക്കലി ഇപ്പം ആ ഒരു ടെക്നോളജി എറയിലായതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കാം. അതേപോലെ തന്നെ ടീച്ചേഴ്സിന് കുറച്ചും കൂടി ഈ ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഈ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റീനൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് എന്തെങ്കിലും അങ്ങനത്തെ പ്രോജക്ട്സ് ഒക്കെ കൊടുക്കാം, വിച്ച് ക്യാൻ ലൈക്ക് അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ആ ഒരു ഏരിയയിലുള്ള അവരുടെ ബ്രെയിനൊക്കെ അവർ യൂസ് ചെയ്യാൻ തുടങ്ങും, അറ്റ്ലീസ്റ്റ് ടു ഡു ദ വർക്ക് വിച്ച് ടീച്ചർ ഗീവ്സ്. സോ അങ്ങനെയൊക്കെ ടീച്ചേഴ്സും കൂടെ ഹെൽപ്പ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നല്ല കോൺസെൻട്രേഷൻ ഒക്കെ, റീഡിങ് ടൈം കൊടുക്കുക പാരന്റ്സിന്. കുട്ടികൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടീച്ചറും പാരന്റും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ വിച്ച് വിൽ ബി ലൈക്ക് നല്ലൊരു കാര്യമായിരിക്കും. കാരണം എന്നാൽ നമുക്ക് കുട്ടികളെ ഇതിൽ നിന്നും കുറച്ചും കൂടെ പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. യാ തീർച്ചയായിട്ടും. സന, നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ പല പാരൻസും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നു, എനിക്കാണെങ്കിൽ ഓൾറെഡി എൻ്റെ എനർജി ഡ്രെയിനാണ്. ഇതിനു പുറമെ ഞാനിപ്പോൾ കുട്ടികളുടെ കൂടെ കളിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ഒരു മൊബൈൽ കൊടുക്കുക, അപ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ സുഖമാണ്, കൊടുക്കാനൊക്കെ സുഖമാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന പാരൻസിനോട് നമുക്ക് എന്താ പറയാൻ പറ്റുക? ആക്ച്വലി നമ്മൾ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ടയേർഡ് ആയിരിക്കും. അതേപോലെ ഈ കുട്ടിക്ക് നമ്മൾ ആ ഫോൺ കൊടുക്കുമ്പോൾ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന പോലെ തന്നെ ഒരു കാര്യമാണ് ഈ പാരന്റുമായിട്ടുള്ള റിലേഷനെ ഇത് നന്നായിട്ട് ബാധിക്കും. കുട്ടി മൊത്തം ടൈം ഈ ടാബിലോ അല്ലെങ്കിൽ കാർട്ടൂൺസോ കാണുകയാണെങ്കിൽ ഇതിന് ലാംഗ്വേജിൽ പ്രോബ്ലംസ് വരും, ആൻഡ് കുട്ടിയുടെ ബ്രെയിൻ ആക്ടിവിറ്റീസിൽ പ്രോബ്ലം വരും. നമ്മൾ ടയേർഡാന്ന് വെച്ചിട്ട് കുറച്ച് ടൈം കുട്ടിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ആസ് എ പാരന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ റെഡി ആയിരിക്കണം.
അത് നമ്മുടെ ലൈഫ്, നമ്മുടെ ഷെഡ്യൂൾ നമ്മൾ അങ്ങനെ മാറ്റിയെടുക്കുക. അതേപോലെ തന്നെ കുട്ടിയുടെ കൂടെ ഇരുന്നിട്ടില്ലെങ്കിലും കുട്ടിക്ക് തന്നെ കളിക്കാൻ പറ്റുന്ന ഗെയിംസ് ഉണ്ട്. അത് ടാബോ അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ ഗെയിംസ് മാത്രമല്ല, നമുക്ക് ഇപ്പം വേറെ പല ടൈപ്സ് ടോയ്സ് ഇപ്പൊ അവൈലബിൾ ആണ്. എല്ലാ ടൈപ്പ് നമ്മളെ അബിലിറ്റീസ് എല്ലാം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ടോയ്സ് അവൈലബിൾ ആണ്. അങ്ങനത്തെ ടോയ്സ് കൊടുക്കുക. എന്ത് വന്നാലും കുട്ടിയുടെ കൂടെ ഇരുന്ന് കളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും മോണിറ്റർ ചെയ്യാന്നുള്ള കാര്യമാണ്. ഇപ്പൊ കൂടെ ഇരുന്ന് കളിച്ചിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ടാബ് ഇത് കൊടുക്കാതിരിക്കുക, ഈ സ്ക്രീൻ ടൈം കൊടുക്കാതിരിക്കുക, ലിമിറ്റ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ആ കുട്ടീനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് തന്നെ. അതർവൈസ് നമ്മൾ ആ കുട്ടിയുടെ ഫ്യൂച്ചറിലോട്ടുള്ള അതിന്റെ ഡെവലപ്മെന്റ്, കുട്ടിക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ഡെസിഷൻ മേക്കിംഗ്, ഇതിനെയൊക്കെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് കുട്ടീനോട് ഈ ടാബും ഇതൊക്കെ കൊടുത്തിട്ട്. നമുക്ക് അപ്പൊ ഒരു സമാധാനം കിട്ടും, നമുക്ക് ഫ്രീ ടൈം കിട്ടും കുട്ടി ഇതിൽ കളിക്കുമ്പോൾ. പക്ഷെ ആക്ച്വലി അത് അവിടെ എന്താ നടക്കുന്നുള്ളത് നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ച ഒരു പാരന്റും ഇതിന് തയ്യാറാവില്ല. ഒരു പാരന്റും ആ ഒരു ഫ്രീ ടൈം ആഗ്രഹിക്കില്ല. എന്റെ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ആഫ്റ്റർവേർഡ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു പാരന്റും അതിന് മുതിരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹൗ ടു ഇംപ്രൂവ്? ഹൗ ക്യാൻ യങ് പീപ്പിൾ ഇംപ്രൂവ് ദിയർ മെന്റൽ ക്ലാരിറ്റി ആൻഡ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ബ്രെയിൻ റോട്ട്? സോ ഇംപ്രൂവ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് സർട്ടൻ സ്റ്റെപ്സ് എടുക്കാം ബ്രെയിൻ റോട്ട് നമുക്ക് കം ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയുന്നത് നല്ല ഹെൽത്തി റൂട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളത്. ഹെൽത്തി റൂട്ടീൻ ഇൻ ദ സെൻസ് ഫിറ്റ്. നമുക്കറിയാം നമ്മൾ ബോഡിയൊക്കെ ഫിറ്റായി നോക്കുന്ന ആൾക്കാരായിരിക്കും. സോ അതേപോലെ തന്നെ ഈ ഈറ്റ് ചെയ്യുന്നത് ലൈക്ക് ഫുഡിന്റെ ഷെഡ്യൂൾസ്, ഇതേപോലെ തന്നെ റൂട്ടീൻ ഉണ്ടാക്കുക. ഞാൻ ഇത്ര സമയം സ്ക്രീൻ നോക്കും, ഞാൻ ഇത്ര സമയം പുറത്ത് പോയി കളിക്കും, ഞാൻ ഇന്ന ഫുഡാ കഴിക്കുക, അങ്ങനെ ഒരു റൂട്ടീൻ ഉണ്ടാക്കുക. ആ റൂട്ടീനിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ സ്ക്രീൻ ടൈം ലിമിറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്തിരിക്കണം. അതാണ് ഏറ്റവും വലിയൊരു സ്റ്റെപ്പ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ കുറച്ചും കൂടി പുറത്തിറങ്ങിയിട്ടുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ എൻഗേജ് ആവുക, നമ്മൾ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഉറക്കം ശ്രദ്ധിക്കുക. ഉറക്കം ശ്രദ്ധിക്കുക ഇൻ ദ സെൻസ് ലൈക്ക് നമ്മുടെ ബ്രെയിൻ റെസ്റ്റ് ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 7 to 9 hours നമുക്ക് എന്തായാലും ഉറക്കം കിട്ടിയിരിക്കണം. നല്ലൊരു ബ്രെയിൻ പിറ്റേന്ന് എണീക്കുമ്പോൾ, നെക്സ്റ്റ് ഡേ നമ്മൾ എണീക്കുമ്പോൾ ഒരു റീഫ്രഷ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു സ്റ്റേറ്റിൽ നമുക്ക് എണീക്കണമെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് 7 to 9 hours നമ്മൾ ഉറങ്ങിയിരിക്കണം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഈ ഫോൺ മാറ്റി വെച്ചിട്ട് അതല്ലാതെ നമുക്ക് ഹോബീസ് ഉണ്ടാവില്ലേ? എന്താണ്, റീഡിംഗ് ആണോ, നമുക്ക് വായിക്കാനാണോ, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഇങ്ങനെ എന്താണ് നമ്മുടെ ഹോബി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഇപ്പം അധികവും ഈ ഫ്രണ്ട്സിന്റെ ഗെറ്റ് ടുഗെദർ വരെ ഇപ്പൊ ഓൺലൈനിലാണ് നടക്കുന്നത്. ഗൂഗിൾ മീറ്റ്, സൂം പോലത്തെ പ്ലാറ്റ്ഫോമിൽ, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുക. ഈ വീക്കെൻഡ്സിൽ എല്ലാവരും കൂടെ ഇരുന്ന് ചാറ്റ് ചെയ്യും അല്ലെങ്കിൽ കോൾ ചെയ്യും. റാദർ ദാൻ ദാറ്റ് എല്ലാവരും പുറത്തിറങ്ങുക, എന്നിട്ട് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് ഇൻക്രീസ് ചെയ്യുക. ഫാമിലി ഗെറ്റ് ടുഗെദർ ആണെങ്കിലും ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് കൂടുക. അപ്പൊ നമുക്ക് സോഷ്യൽ കണക്ഷൻസും നമ്മുടെ സോഷ്യൽ സ്കിൽസ് ഒക്കെ അവിടെ ഇൻക്രീസ് ആവും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മൈൻഡ്ഫുൾനെസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. അതൊക്കെ നല്ല ഇതിൽ നിന്ന് നമുക്ക് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന സർട്ടൈൻ സ്റ്റെപ്സ് ആണ് അതൊക്കെ. സോ ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പോകെ പോകെ നമുക്ക് ഇതിൽ നിന്നും ഇംപ്രൂവ് ആവാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം നമ്മുടെ ഈ ഒരു റൂട്ടീനോട്. തീർച്ചയായിട്ടും. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ. ഒരു എൻഡിങ് മെസ്സേജ് ആണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ഗിവ് ടു യങ് പീപ്പിൾ ആൻഡ് ദെയർ ഫാമിലീസ് അബൌട്ട് ബ്രെയിൻ റോട്ട്? സോ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, യുവർ മെന്റൽ ഹെൽത്ത് ഇസ് യുവർ പ്രയോറിറ്റി. അപ്പം യങ് പീപ്പിൾ ആണെങ്കിലും ഫാമിലീസ് ആണെങ്കിലും മെന്റൽ ഹെൽത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കും. എല്ലാവരും അവരുടെ ലുക്സ് നോക്കും, അവരുടെ ഹെൽത്ത് ലൈക്ക് ബോഡി ഫിറ്റ് ആണോ എന്നൊക്കെ നോക്കും. പക്ഷെ ഇപ്പോഴും ചില ആൾക്കാർ ഞാൻ മെന്റലി ഓക്കെ ആണോ എന്ന് ആരും ചോദിക്കുന്നില്ല. അതേപോലെ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ ചോദിക്കും, ആർ യു ഓക്കെ? അതെല്ലാം ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യും. വീട്ടിൽ ഓപ്പൺ ആയിട്ട് മെന്റൽ ഹെൽത്തിനെ കുറിച്ചും ലൈക്ക് ഐ എം ഫീലിംഗ് ദിസ് ടുഡേ, അല്ലെങ്കിൽ ഞാൻ ഇമോഷണലി ഡൗൺ ആണ്, ഇങ്ങനത്തെ ഒക്കെ പറയാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മെന്റലി ഡൗൺ ആണെന്നോ അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഒരു സപ്പോർട്ട് വേണമെന്ന് തോന്നുമ്പോൾ ഡോണ്ട് ഹെസിറ്റേറ്റ്, സീക്ക് ഹെൽപ്പ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും നമുക്കറിയാം ഇപ്പം നമ്മൾ എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ്, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് കുറെ അവയർനെസ് ഉള്ള ഒരു യുഗമാണിത്. എന്നിരുന്നാലും ചില പീപ്പിൾ സ്റ്റെപ്പ് ബാക്ക്. അവർക്കൊരു ഹെസിറ്റേഷൻ ആണ് ഒരു മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു സംഭവമാണെന്നുള്ളത്. ആക്ച്വലി നിങ്ങൾക്ക് പനി വന്ന് നിങ്ങൾ കാണിക്കുന്ന പോലെ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ മെന്റലി സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഓക്കെ ഐ നീഡ് ടു ടേക്ക് ഹെൽപ്പ്, അല്ലെങ്കിൽ ഞാനൊരു പ്രൊഫഷണലിനെ പോയി കാണട്ടെ എന്ന് പറയുന്നത്.
അപ്പം അത്രയും ലാഘവത്തോടു കൂടി നിങ്ങൾ വരും. നിങ്ങൾക്ക് ഇപ്പൊ വയ്യാതെ തോന്നുകയാണെങ്കിൽ യു ഹാവ് ടു സീക്ക് ഹെൽപ്പ്. നിങ്ങൾ അവിടെ നിങ്ങളുടെ സെൽഫ് കെയർ, നിങ്ങൾ ബാക്കി സ്കിൻ കെയർ ചെയ്യുന്നു, ബോഡി കെയർ ചെയ്യുന്നു, അതേപോലെ തന്നെ ഒരു കാര്യമാണ് മൈൻഡിന് നിങ്ങൾ വേണ്ടത്ര കെയർ കൊടുക്കണം. സോ ഫാമിലീസ് ആണെങ്കിൽ വീട്ടിൽ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറയുക, സംസാരിക്കുക. അതേപോലെ തന്നെ ഇതിങ്ങനത്തെ ഇതിപ്പം അതേപോലെ തന്നെ നമ്മൾക്ക് പാരന്റ്സിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മൈക്രോ മാനേജ് ചെയ്യുക കുട്ടികളെ. റാദർ ദാൻ ദാറ്റ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രീൻ ടൈം തരുന്നില്ല, എന്താണ് ബ്രെയിൻ റോട്ട് എന്നുള്ള ചെറിയ മക്കളാണെങ്കിൽ അവർക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ കുറച്ചൊരു വലിയ കുട്ടികളാണെങ്കിൽ അവർക്ക് അണ്ടർസ്റ്റാൻഡ് ആവുന്ന ഒരു ഏജ് ആണെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുക. ആൻഡ് എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്ന ആപ്സ് നിങ്ങളെ യൂസ് ചെയ്യാൻ സമ്മതിക്കുന്നു, ഇങ്ങനത്തെ ഓപ്പൺ കോൺവെർസേഷൻ എപ്പോഴും നല്ലതാണ്. സോ എപ്പോഴും എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഓൾവേസ് സീക്ക് ഹെൽപ്പ്. മെന്റൽ ഹെൽത്തിനെ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യാം. മെന്റൽ ഹെൽത്ത് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓൾവേസ് ആസ്ക് യുവർ സെൽഫ് ഇഫ് യു ആർ ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഇഫ് യു ആർ നോട്ട് ഓക്കെ, സീക്ക് ഹെൽപ്പ്. എത്രയും വേഗം ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ യാ. അതെ അതെ. ഈവൻ ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പലരും ഓവർലുക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു വിഷയം. ഒരു മെൻ്റൽ ഹെൽത്ത് വേണമെങ്കിൽ ഒരു സൈലന്റ് കില്ലർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ പ്രതിഫലിക്കാം, അല്ലേ? കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രശസ്തനായ ഓഥറും പിന്നെ ഒരു ഫേമസ് സ്പീച്ച് കൊടുക്കുന്ന ഒരു പ്രൊഫസറായിട്ടുള്ള ജോർഡൻ പീറ്റേഴ്സൻ്റെ മകളോട് ഒരു പ്രാവശ്യം ജോർഡൻ പീറ്റേഴ്സ് ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മകൾക്ക് എന്തോ എന്തോ ഒരു ജന്മനാ ഉള്ള ഒരു വളരെ പെയിൻ കൊടുക്കുന്ന ഒരു ഡിസീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മകളോട് ചോദിച്ചു. ആ മകൾ കുറേ കാലം അതിനുശേഷം ഡിപ്രഷനിലായിരുന്നു. അപ്പോൾ ഈ ആ ഒരു പെയിൻ കൊടുക്കുന്ന ഡിസീസോ അല്ലെങ്കിൽ ഡിപ്രഷനോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്യൂർ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നീ ഏതാണ് ക്യൂർ ചെയ്യാൻ ശ്രമിക്കുക എന്ന് ചോദിച്ചപ്പോൾ അവൾ ആദ്യം പറഞ്ഞ ഡിപ്രഷനായിരുന്നു. അതായത് അവൾക്ക് ശാരീരികമായിട്ടുള്ള വേദനയേക്കാൾ അതിക്രൂരമായി തോന്നിയത് മൈൻഡിൽ ഉണ്ടാകുന്ന വേദനകളാണെന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ പക്ഷേ നമ്മളുടെ സമൂഹം പ്രത്യേകിച്ചും ഈ കാര്യത്തിൽ വളരെ പിന്നോക്കമാണെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. നമ്മൾ പലരും വിചാരിക്കുന്നത് നമുക്ക് അനുഭവിക്കുന്ന സങ്കടങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് അനുഭവിക്കുക, വേറെ ആൾക്കാരോടൊന്നും പറയാതെ പങ്കുവെക്കാതെ അതൊരു മോശപ്പെട്ട ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് നമ്മൾ പലരും വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കൗൺസിലർ അടുത്ത് പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചുറ്റുമുള്ള ഒരു ഫ്രണ്ട് സർക്കിളോ അല്ലെങ്കിൽ നമുക്ക് വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പങ്കുവെക്കുകയോ ചെയ്യാതെ നമ്മൾ സ്വയം ആ ഭാരം ഏൽക്കുകയും അതിലൂടെ നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഒരു റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സന, താങ്കളുടെ ഇന്നത്തെ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ബ്രെയിൻ റോട്ടിനെ കുറിച്ചുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് വളരെ നന്നായിട്ട് തോന്നി. അടുത്തതായിട്ട് നമുക്ക് ഈ സന കോ ഫൗണ്ടർ ഓഫ് മൈൻഡ് മെൻറ്റേഴ്സ് ആണെന്ന് പറയുന്നത്. എന്താണ് മൈൻഡ് മെൻറ്റേഴ്സിലെ നിങ്ങളുടെ മിഷൻ? സോ മൈൻഡ് മെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. നമ്മൾ ഈ മെന്റൽ ഹെൽത്ത് സർവീസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൗൺസിലിംഗ്, മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും നമ്മുടെ ആൾക്കാരിലോട്ട് ഒരു അവയർനെസ് എത്തിക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ മെഡിക്കൽ ഹെൽത്ത് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ പോലും എല്ലാവരും ഈ അസുഖങ്ങളെ കുറിച്ച്, മെന്റൽ ഹെൽത്ത് ഡിസീസിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആൻഡ് അത് ചില സ്ഥലത്തൊക്കെ മിസ്യൂസ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആക്ച്വൽ നീഡ് ഉള്ള ഒരാൾക്ക്, ആക്ച്വലി ഈ ഒരു പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ടൈമാണ് ഇപ്പം. കാരണം എല്ലാവരും അവയർനെസ് കൊടുക്കുന്നവരുണ്ട്. കുറെയൊക്കെ ശരിയായിരിക്കും, കുറെയൊക്കെ നമുക്ക് ശരിയാണോ എന്ന് പറയാൻ പറ്റില്ല. സോ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ആൾക്കാരിലോട്ട് എന്താണ് ഇന്ന അസുഖം അല്ലെങ്കിൽ എന്താണ് അസുഖം എന്ന് നമ്മൾ അവയർനെസ് ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ എല്ലാവർക്കും ആക്സസിബിൾ ആയ രീതിയിൽ ഒരു ക്ലിനിക്ക് നമ്മൾ ക്ലിനിക്കിലോട്ട് എല്ലാവർക്കും വരാൻ പറ്റണമെന്നില്ല. ഇപ്പോഴും സ്റ്റിഗ്മാസ് ഉണ്ട്. സ്റ്റിഗ്മാസ് ഇല്ലാന്ന് നമുക്കറിയാം. ഇപ്പോഴും ചില ആൾക്കാർക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ട്. ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തോട്ട് വരിക എന്ന് പറയുമ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ട്. സോ അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും എവിടെ നിന്നിട്ടും ആൾക്കാർക്ക് കൗൺസിലിംഗ് സർവീസസ് നമ്മളെ അടുത്ത് നിന്ന് എടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ട് ഒരു കൗൺസിലിംഗ് സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഞാനും എൻ്റെ സൈക്കോളജിസ്റ്റും കൂടെ സ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് 1.5 കൊല്ലമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി ടു എഡ്യൂക്കേറ്റ് എവറി വൺ. ആൻഡ് ആർക്കൊക്കെ നീഡ്സ് ഉണ്ടോ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഹെൽപ്പ് തേടി വരുന്ന ആൾക്കാരെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തുക? ആക്ച്വലി നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഇതേപോലെ ക്ലയൻസ് നമ്മളെ മെസ്സേജ് അയക്കുകയാണ് ചെയ്യാറ്. സോ ലേറ്റർ ഓൺ
നമ്മൾ അത് ക്യാരി ഓൺ ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. സെഷൻസ് ആയിട്ട് നമ്മൾ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവരുടെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ തെറാപ്പിയിലോട്ടൊക്കെ പോവാറ്. സോ അങ്ങനെയാണ് നമ്മളിപ്പം കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അടുത്തതായിട്ട് നമുക്ക് ഒരു ഒരു ക്വിസ്സാണ്. നമ്മുടെ ക്വിസ് നടത്തുന്നതിനായി നമ്മൾ ഷുക്കൂർ മൂസ, നമ്മുടെ ഫോക്കസ് സൗദി മാർക്കറ്റിംഗ് മാനേജറെ സ്വാഗതം ചെയ്യണം. അസ്സലാമു അലൈക്കും. ഈ ക്വിസ് ഞാൻ ഇതിൻ്റെ ഫോം ഞാൻ ഒന്ന് വിശദമാക്കാം. ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ പറയും. അതിൻ്റെ ആൻസർ ചാറ്റ് ബോക്സിലൂടെ ആയിരിക്കും. ഓരോരുത്തർക്കും ചാറ്റ് ബോക്സിലൂടെ ആൻസർ അത് ടെക്സ്റ്റായിട്ട് അയക്കാം. അതിൽ ഫസ്റ്റ് റൈറ്റ് ആൻസർ വരുന്ന ആളായിരിക്കുള്ളൂ വിന്നർ. അപ്പം ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡി ആയിരിക്കുക. ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് ടൈപ്പ് ചെയ്യാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുന്നേ പേഴ്സണൽ ചാറ്റ് ആണെന്നൊന്ന് അറിയിക്കണം. അതെ, ചാറ്റ് ബോക്സിൽ ടു മീറ്റിംഗ് ഗ്രൂപ്പ് ചാറ്റ് എന്നുണ്ട്, അല്ലെങ്കിൽ ടു നിങ്ങൾക്ക് പേഴ്സണലായിട്ടാണോ സെലക്ട് ചെയ്യേണ്ടത്? അതൊന്ന് കൺഫേം ചെയ്യോ? യെസ്, അത് പേഴ്സണൽ ആയിരിക്കും നല്ലത്. പേഴ്സണൽ ആണ്. ഷുക്കൂർ മൂസ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ് എല്ലാവരും. അതെ, അതിലേക്കാണ് മെസ്സേജുകൾ ആൻസേഴ്സ് അയക്കേണ്ടത്. ഓക്കെ, അതായത് ഷുക്കൂർ മൂസക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കുക എന്നുള്ള രീതിയിൽ ടു എന്നുള്ള ഓപ്ഷനിൽ ഷുക്കൂർ മൂസ എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ബ്രെയിൻ റോട്ട് വൈ എന്നൊരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ബ്രെയിനിന് സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് പറഞ്ഞത്. അതിനെ ഒരു പർട്ടിക്കുലർ വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ആ വേർഡ്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ അല്പം കൂടി സമയം തരാം. ഇതുവരെയും റൈറ്റ് ആൻസേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ഒരുപാട് ആൻസേഴ്സ് വരുന്നുണ്ട്. പക്ഷേ റൈറ്റ് ആൻസേഴ്സ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. യെസ്, യൂനസ് ആണ് ഇതിൽ റൈറ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഓവർ സ്റ്റിമുലേഷൻ. ഓക്കെ, അപ്പൊ യൂനസ് ആണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ വിന്നർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ ബ്രെയിൻ റോട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ പറഞ്ഞ്, അത് ഏത് ഗ്രൂപ്പിനാണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഒരുപാട് റൈറ്റ് ആൻസേഴ്സ് വന്നു. അതിൽ റൈറ്റ് ആൻസർ വന്ന ഫവാസ് ബിൻ മൂസയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ വിന്നർ. ഒരുപാട് റൈറ്റ് ആൻസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻ മതിയല്ലോ. അപ്പൊ ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ബ്രെയിൻ റോട്ടിന്റെ സ്ട്രാറ്റജീസിനെ കുറിച്ച് പറഞ്ഞ ഒരു ഏരിയയിൽ ഈ സ്ക്രീൻ ലിമിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഡിജിറ്റൽ ഡീടോക്സ് അതെല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റൂള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ആ റൂള്? ആ റൂളിന്റെ പേര്? ഓക്കെ, അതും
വളരെ ഈസി ക്വസ്റ്റ്യൻ. ഇനി അതല്ലെങ്കിൽ എല്ലാവരും അറ്റൻഷൻ എന്താണ് നന്നായിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതാണ് തോന്നുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും ഒക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് റൈറ്റ് ആൻസർ വന്നു. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റ് ആദ്യം പിന്നെ മുഹമ്മദ് ആരിഫാണ് ഈ തേർഡ് ക്വസ്റ്റ്യന്റെ വിന്നർ. അപ്പോ 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പൊ ഇതോടുകൂടി ഈ ഒരു ക്വസ്റ്റ്യൻ സെഷൻ അവസാനിക്കുകയാണ്. യെസ്. താങ്ക് യു ഷുക്കൂർ ഭായ്. അപ്പോൾ നമ്മളെ ഓഡിയൻസ് നമ്മുടെ എന്താ പറയുക പ്രതീക്ഷകൾ ഭേദിച്ച് അറ്റൻറ്റീവായി ഇരുന്നു എന്നുള്ളൊരു തെളിവാണ് അപ്പോൾ അതിനർത്ഥം. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ അടുത്ത ഒരു സെഷനിൽ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷനാണ്. അതായത് നമ്മളിപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻസിലുപരി ചിലപ്പോൾ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടാവും. അപ്പം ഇത് നിങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു അവസരമാണ്. ദയവ് ചെയ്തിട്ട് ഒന്ന് ചാറ്റിൽ ഒന്നെങ്കിൽ ചാറ്റിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റിൽ ക്വസ്റ്റ്യൻ ആയിട്ട് അയക്കാം. അപ്പോൾ നമ്മൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ആർക്കെങ്കിലും ഹാൻഡ് റൈസ് ചെയ്തൂടെ? ഹാൻഡ് റൈസ് ഈസി ആയിട്ട്. ഷബീർ ഭായി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഷബീർ ഭായി പറഞ്ഞോളൂ, ചോദിച്ചോളൂ. അസ്സലാമലൈക്കും. ഇതില് നമ്മള് ലിമിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് കുറെ സംസാരിച്ചല്ലോ. ഇപ്പോൾ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ TV കാണരുത്, കുറെ കാര്യങ്ങൾ കൊടുക്കാതിരിക്കുന്നതിനെ കുറിച്ചിട്ട്. ഇനി വരുന്ന ഒരു കാലം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സ്കൂൾ മുതൽ തന്നെ ഓൺലൈനിലായിരിക്കും. അപ്പൊ ഡെഫിനറ്റ്ലി അവരും ആ ഒരു വരുന്നൊരു ജനറേഷന്റെ കൂടെയാണ് വളരേണ്ടത്. അവർ മാത്രം നമുക്ക് ഇതില്ലാത്ത വളർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്ത് അവർ ഔട്ടാകാനൊരു സാധ്യത ഉണ്ടല്ലോ. കോമ്പറ്റീഷൻ ആണല്ലോ വരുന്നത്. അപ്പൊ ഈ ജനറേഷനിൽ ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ കാണേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരെ ഫെമിലിയർ ആവേണ്ടതുണ്ട് എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു മേഖലകളുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ തന്നെ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണ് തോന്നുന്നു. അതെ, ഇപ്പൊ എല്ലാം നമ്മുടെ സ്കൂളിലാണെങ്കിലും എല്ലാ വർക്ക്സ് ആണെങ്കിലും ഒക്കെ ഓൺലൈനിലാണ് വരുന്നത്. പക്ഷെ നമുക്ക് ലിമിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ ഈ ടെക്നോളജിന്ന് മൊത്തത്തിൽ പുറത്തോട്ട് എടുക്കുകയല്ല, അല്ലെങ്കിൽ അവരെ മറ്റുള്ള കുട്ടികളിൽ നിന്നും മാറ്റി നിർത്തുകയല്ല. റാദർ വീട്ടിൽ വന്നിട്ട് ഈ ഗെയിമിംഗ് പോലത്തെ, അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് അവരുടെ എന്റർടൈൻമെന്റും കൂടെ നമ്മൾ ഈ ടെക്നോളജിയിൽ കൊടുക്കാണ്ട് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലോട്ട് നമ്മൾ അവരെ ഒന്ന് മൂവ് ചെയ്യാന്നുള്ളതാണ്. കാരണം മൊത്തം ടൈം പഠിക്കുന്നതും അവരുടെ ഓൺലൈൻ ക്ലാസ്സസും ഈ പറഞ്ഞ പോലെ പ്രോജക്ട്സും ഒക്കെ ചിലപ്പം ഈ ടെക്നോളജി അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ക്രോംബുക്ക് ബേസ്ഡ് ആയിരിക്കും. സോ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് കുറച്ചും കൂടി ഫിസിക്കൽ ആക്ടിവിറ്റീസ്, പുറത്തു പോയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്പോർട്സ്, ഇതിലൊക്കെ കുറച്ചും കൂടി എൻഗേജ് ആക്കുക. അപ്പോഴാണ് നമ്മുടെ ബ്രെയിനിലുള്ള ക്രിയേറ്റിവിറ്റി അവിടെ വർക്ക് ആവുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന് നമ്മൾ പ്രത്യേകിച്ച് ചാലഞ്ചിങ് ആയിട്ടൊന്നും കൊടുക്കാത്തൊരവസ്ഥ വരുമ്പോൾ അത് ബ്രെയിൻ റോട്ടിലോട്ട് മൂവ് ചെയ്യും. നമ്മുടെ കുട്ടികൾക്കുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റിനെ അത് റെഡ്യൂസ് ചെയ്യും. സോ ഈ ലാപ്ടോപ്പ് കൊടുക്കാണ്ട് ഇങ്ങനത്തെ ഇനി നമുക്ക് അങ്ങനെ കൊടുക്കാണ്ട് നിൽക്കുക എന്നുള്ള ഒരു സംഭവം ഇനിയില്ല. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതാ ടെക്നോളജി ബേസ്ഡ് ആണ് അവരുടെ മുന്നോട്ടുള്ള ലൈഫ് വരുന്നത്. ബട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തിയിട്ടില്ല അവിടെ എന്റർടൈൻമെന്റ് പേർപ്പസിന് അവർ യൂസ് ചെയ്യുന്ന ഈ ഒരു ടെക്നോളജി, ഈ ഒരു ടൈം നമ്മൾ ലിമിറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ കുറച്ച് ബാക്കിയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവർക്ക് കുറച്ചും കൂടെ കൊടുക്കുക. സോ ദാറ്റ് അവർക്ക് അവരുടെ ബ്രെയിനിന് കുറച്ചും കൂടി ബ്രെയിൻ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ക്ലിയർ ആണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. Clear ആണ്. അടുത്തത് മുഹമ്മദ് ആരിഫ് കൈ പൊന്തിച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് സഹല ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഹൗ ടു ക്യൂർ ബ്രെയിൻ റോട്ട്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. എന്നിരുന്നാലും ഒരു ചെറിയ കുറച്ച് വാക്കുകളിൽ അതൊന്ന് ഒരു ഉത്തരം കൊടുക്കാമോ? നമ്മൾ ക്യൂർ ചെയ്യുന്ന സ്റ്റെപ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ തന്നെ വിചാരിച്ചാൽ നമുക്ക് കുറെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ബൗണ്ടറീസ് വെക്കുക, നമ്മൾ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക, ഡിജിറ്റൽ ഡീറ്റോക്സ് നോക്കി വെക്കുക, മൈൻഡ്ഫുൾനെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിൽ നിന്നും പുറത്തോട്ട് വരാൻ പറ്റും. ഈ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സൈക്കോളജിക്കൽ കണ്ടീഷനോ അല്ലെങ്കിൽ ഒരു അസുഖമോ അല്ല. റാദർ ജസ്റ്റ് ഒരു ടേമാണ്, നമ്മളെല്ലാവരും കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. സോ അതൊരു അസുഖമായിട്ടോ അല്ലെങ്കിൽ അത് ഒരു മെഡിക്കൽ ടേം ആയിട്ടോ കരുതരുത്.
ചെയ്യരുത്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ചെറിയ ചെറിയ സ്മോൾ സ്മോൾ ചേഞ്ചസ് നമ്മൾ വരുത്താൻ നോക്കുക. ഈ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്താൽ തന്നെ ഒരുപാട് ഡിഫറൻസ് വരും. പിന്നെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബീസ് എന്തായിരുന്നു അതൊന്നും കൂടെ ചെയ്യാൻ നോക്കുക. ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ എഴുതുന്ന ആളാണെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ചെയ്യുന്ന ആളാണെങ്കിൽ പെയിന്റിങ്, ഡ്രോയിങ്, ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ചും കൂടി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ നോക്കുക. പിന്നെ ഒന്ന് നടക്കാൻ പോവുക, ഈവനിങ് വാക്ക് അല്ലെങ്കിൽ ജോഗിങ്, എക്സസൈസസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഈ ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു ബ്രെയിൻ ഡോട്ട് എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തോട്ട് വരാൻ വേണ്ടി സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും. Is it clear? അടുത്തതായിട്ട് മുഹമ്മദ് ആരിഫ് കൈപ്പൊന്നിച്ചിട്ടുണ്ട്. ആരിഫ് ഭായി, നിങ്ങൾക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യുന്നതാണ്. അസ്സാം വലൈക്കും. ഏതായാലും ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ദി സെഷൻ. എന്റെ ക്വസ്റ്റ്യൻ വെച്ചാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സമയത്ത് പിന്നെ നമുക്ക് നമ്മുടെ തന്നെ ആ ഒരു സിറ്റുവേഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള കുറെ പോയിന്റ്സ് എല്ലാം കിട്ടി. എന്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതല്ലാതെ നമ്മുടെ ഒരു സെക്കൻഡ് പാർട്ടി, അത് വേറൊരു കൂടെയുള്ള ആളോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ കൊളീഗോ അങ്ങനെ ആള് ഒരു ബ്രെയിൻ റോട്ട് സിറ്റുവേഷനിൽ കൂടെ പോവാണെന്ന് നമ്മൾ സാധാരണ ഒരു പേഴ്സൺ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്ന്, അത് കഴിഞ്ഞാൽ നമുക്ക് അവരെങ്ങനെ ഗൈഡ് ചെയ്യാൻ പറ്റും? കാരണം ഒരു സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ അവർക്ക് അവർ ഈസി ആയിരിക്കും. പക്ഷെ നമ്മളൊരു സാധാരണക്കാരന് ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോകുന്നുണ്ട്. ഹൗ ക്യാൻ വി ഐഡന്റിഫൈ ദാറ്റ് ആൻഡ് ഹൗ ക്യാൻ വി ടേക്ക് മെഷേഴ്സ് ടു ടേക്കിംഗ് ഔട്ട് ഓഫ് ഇറ്റ്? So first of all, നമുക്ക് തന്നെ ഒരു ഇൻസൈറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ്. നമുക്കൊരു ഇൻസൈറ്റ്, ഓക്കെ, എനിക്ക് ഒരു കണ്ടീഷൻ ഉണ്ടോന്ന് ഇപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളോട് തന്നെ ചോദിച്ച പോലെ തന്നെ ആള് ചോദിക്കാൻ ഇപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ആൾക്ക് വേണമെങ്കിൽ നമുക്ക് ബ്രെയിൻ നോട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കാം, അല്ലെ എന്താണെന്നുള്ളത് നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അതും സാധ്യമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആൾക്കൊരു ടാസ്ക് കൊടുക്കുകയാണ്, ഒരു കുറച്ച് കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ ടെക്നോളജി ബേസ്ഡ് അല്ല, നമ്മൾ ഇപ്പം ഒരു മാത്ത് പ്രോബ്ലം, ഒരു ചെറിയ കുട്ടിക്ക് മാത്ത് പ്രോബ്ലം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. ആളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ. കുറച്ചു നേരം നമ്മൾ അതിലൊന്ന് ഇരുന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളെല്ലാവരും ചെയ്തു പോകുന്നുണ്ടാവും. എന്നാൽ ആൾക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ആൾ ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ്. അതല്ലെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ടാസ്ക്, ഈ ഫോൺ ഇല്ലാതെ ഫോൺ മാറ്റി വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു ടാസ്ക് എടുക്കും, ആൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുക എന്നതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ, അവർക്കും എന്തോ ഒരു അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ഡോട്ടിന്റെ സയൻസ് അവർ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആസ് എ തേർഡ് പേഴ്സൺ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ നമുക്ക് ഒരാളിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന സിംറ്റംസ് തന്നെയാണ്, അല്ലെങ്കിൽ സയൻസ് ആണ്. സോ ലൈക്ക് അങ്ങനെ നമുക്ക് മറ്റൊരാൾക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എപ്പോഴും നമ്മളോട് തന്നെ റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്കൊരു ഇൻസൈറ്റ് ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക. സോ എപ്പോഴും അതാണ് ബെസ്റ്റ്. ബട്ട് ഇഫ് യു വാണ്ട് ടു മറ്റുള്ള ഒരാളുടെ നിങ്ങൾക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കോൺസെൻട്രേഷനും അറ്റൻഷൻ സ്പാനൊക്കെ നിങ്ങൾക്ക് പുറത്തുനിന്ന് കണ്ടാൽ എത്രത്തോളം മനസ്സിലാവും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ ഏർലി സയൻസ് ഒക്കെ നിങ്ങൾക്ക് വിസിബിൾ ആണ്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറക്ക് നമ്മളൊന്ന് വിളിച്ചാൽ പോലും ചിലപ്പോൾ വിളി കേൾക്കൂല, അങ്ങനത്തെ ടൈപ്പ് സ്ക്രീനിലേക്കായിരിക്കും അവർ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? അപ്പോൾ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പോൾ ആരും കൈപ്പൊന്തിച്ചതായിട്ട് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ബിന്ദി നിയാസ് വരുന്നുണ്ട്. ബിന്ദിത്ത, ഒരു മിനിറ്റ്, ഞാനൊന്ന് കോസ്റ്റ് ആകട്ടെ. ഓക്കെ, ബിന്ദിത ഒന്ന് അൺമ്യൂട്ട് ആയിക്കോളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഓക്കെ സന, അപ്പൊ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. ഇപ്പം ഞാൻ 11 വയസ്സുള്ള ഒരു മോനുണ്ട്. അപ്പൊ ഞങ്ങൾ സൺഡേസിലാണ് സാധാരണ ഇങ്ങനെ ഫോൺ കൊടുക്കാറ്, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ സ്റ്റഡീസ് കാര്യങ്ങൾ ഒക്കെയാണ്. പക്ഷെ അതിന് മുന്നേ ചില ദിവസങ്ങളിൽ മുപ്പർക്കൊന്ന് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഒബ്വിയസ്ലി സമ്മതിക്കാറില്ല. പക്ഷെ അപ്പൊ നേരെ ഉപ്പാടെടുത്ത് പോകും. അവന്റെ ഉപ്പാടെടുത്ത് പോയി കഴിഞ്ഞാൽ ഓക്കെ ഒരു 10 മിനിറ്റ്സിന് കൊടുത്തേക്ക് എന്നുള്ളൊരു ഇത് വരും എൻ്റെ അടുത്ത്. അപ്പം ഈ കുട്ടികൾക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് ഈ ഫോൺ കൊടുക്കാൻ സമ്മതിക്കുന്ന പാരന്റിനോട് വരുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പൊ ഈ പാരന്റ്സിനോട് ടുഗദർ ആയിട്ട് അവരോട് ഒരുമിച്ചിട്ട് എന്താണ് സനക്ക് അവസരത്തിൽ പറയാനുള്ളത് ഒന്നറിയാനായി. ആക്ച്വലി കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ തീരുമാനങ്ങൾ സ്ക്രീൻ ടൈം ലിമിറ്റ് ഒക്കെ വെക്കുമ്പോൾ,
കുട്ടികൾ കുറച്ചും കൂടി പ്രോൺ ആണല്ലേ സ്ക്രീനിൽ കളിക്കുക, അവർക്ക് അതായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. ഒബ്വിയസ്ലി ഇപ്പൊ ഒരു പാരന്റ് സമ്മതിക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ആ പാരന്റിനോട് ഒരു ഫേവറിറ്റിസം ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും ബോത്ത് പാരന്റ്സ് ഫാദറും മദറും ഒരുമിച്ച് ഡിസിഷൻ എടുക്കണം. അവർ ആ ഒരു ഡെസിഷനിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണം. അല്ലാതെ ഒരാൾ അത് എടുക്ക് ഇങ്ങനെ 10 മിനിറ്റ് 10 മിനിറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അടുത്ത ഡെസിഷന് വാല്യൂ ഇല്ല. അല്ലെങ്കിൽ കുട്ടി വിചാരിക്കും ഓക്കെ ഉപ്പാനെ പോയി ഒന്ന് സോപ്പ് അടിച്ചാൽ എനിക്കിത് കിട്ടും എന്നുള്ളൊരു മൈൻഡ് ആവും. പക്ഷെ അങ്ങനെ പറ്റില്ല. രണ്ടാളും ഒരുമിച്ച് ഒരു സ്റ്റേൺ ആയിട്ട് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡെസിഷൻ അവിടെ എടുക്കണം. ഈ കുട്ടികളുടെ പാരന്റിംഗിൽ തന്നെ അത് ഒരു വലിയൊരു കാര്യമാണ്. സോ ഈ സ്ക്രീൻ ടൈമിൽ മെയിൻ ആയിട്ടാണ് സ്ട്രിക്റ്റ് ആയിട്ട് ആ ഡെസിഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതാണ് ഇപ്പം ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും ഓക്കെ. അത് പാരന്റ്സ് തമ്മിൽ ഒരു പ്രയർ ഡിസ്കഷൻ, അവർ തമ്മിൽ ഒരു ചെറിയൊരു അതെ. പ്ലാനിങ് ഉണ്ടാവേണ്ടതാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ അവസരത്തിൽ സന പറഞ്ഞു വരുന്നത്. അടുത്തതായിട്ട് ബർഹക് MK, I am having focus issues and less memory recently. How to understand if it is brain rot or lessening of gray matter during pregnancy? സോ ബ്രെയിൻ റോട്ടിന്റെ ഇഷ്യൂസ് ആണോ എന്നുള്ളത് നിങ്ങളിപ്പോ നമ്മൾ പറഞ്ഞ സയൻസും ഇതൊക്കെ വെച്ചാൽ നമുക്ക് മനസ്സിലാവും. ആൻഡ് ബ്രെയിൻ റോട്ട് ഈസ് നോട്ട് ലൈക്ക് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഞാൻ പറഞ്ഞ പോലെ ഒരു സൈക്കോളജിക്കൽ കണ്ടീഷൻ അല്ല. അത് നമ്മൾ എല്ലാവർക്കും മോസ്റ്റ്ലി നമ്മളിപ്പം ഈ ജനറേഷനിലുള്ള ഒരുവിധം എല്ലാവരും കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. ആൻഡ് അപ്പോൾ ബ്രെയിൻ റോട്ട് ആണോ അല്ലേന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നമ്മളിപ്പം പറഞ്ഞ സയൻസ് കൂടെ പോയാൽ മതി. ആൻഡ് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നമുക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മുടെ ഇതൊക്കെ നമ്മൾ പറഞ്ഞ സ്റ്റെപ്സും ഈ സ്ട്രാറ്റജീസും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് അതിൽ നിന്നും ഓവർകം ചെയ്ത് വരാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എന്തോ അസുഖമാണ്, അല്ലെങ്കിൽ ഓക്കെ എനിക്ക് ബ്രെയിൻ റോട്ട് വന്നു, അല്ലെങ്കിൽ എനിക്ക് ബ്രെയിൻ റോട്ട് ഉണ്ട്, അത് അങ്ങനെ ചിന്തിക്കരുത്. ഇറ്റ്സ് ലൈക്ക് അതൊരു ജസ്റ്റ് ടേം ആണ്. ആ ടേമിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തതാണ്. നമ്മളെല്ലാവരും പോകുന്ന ഒരു അവസ്ഥയാണ്. അത് നമ്മൾ റെഗുലേറ്റ് ചെയ്യാൻ നോക്കുക, അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾക്ക് ഒരു ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട് റഹ്മ കല്ലടി. അപ്പോൾ ഉമ്മ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു സന. ഭയങ്കര ഇന്നത്തെ ആധുനിക ലോകത്ത് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ഡൗട്ട് എന്താന്ന് പറഞ്ഞാൽ, ഈ കുട്ടികൾക്കൊക്കെ നമ്മൾ ഫോൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ അഗ്രസീവ് ആകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അഗ്രസീവ് ആകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആയിട്ടോ നിങ്ങൾ സൈക്കോളജിക്കലായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാരണം അവർ ഭയങ്കര ചില കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും, അവരുടെ എന്തോ ഒരു അസുഖം പോലെ അവർക്ക് തോന്നുന്നതായിട്ട്. അത് ഇതേപോലെ നിങ്ങളുടെ ഈ കൗൺസിലിംഗ് ഇതിൽ ആ കുട്ടികളെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അല്ലാതെ പാരൻസ് സ്വന്തമായിട്ട് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. സോ ഈ ടെക്നോളജി ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞത് നമ്മൾക്ക് ഒരു അസുഖമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ആൻഡ് ഒബ്വിയസ്ലി ഇപ്പം പാരന്റ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവിടെയുള്ള കുട്ടി ഭയങ്കരമായിട്ട് അഗ്രസീവ് ആണ്, പാരന്റ്സിന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ബിഹേവിയർ ഇഷ്യൂസ് ആയിട്ട് അത് മാറിയിട്ടുണ്ട്. ഒബ്വിയസ്ലി ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികളിൽ ഇപ്പം നമ്മൾ ഓൾ ഓഫ് എ സഡൻ ഇത്രയും കാലം നമ്മൾ ഒരുപാട് സമയം ഫോൺ കൊടുത്തു, ഓൾ ഓഫ് എ സഡൻ നമ്മൾ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുന്നു, നിനക്ക് ഇനി ഫോൺ തരില്ല എന്നാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി എന്തായാലും ബിഹേവിയർ ഇഷ്യൂസ് കാണിക്കും. ആൻഡ് പോകെ എന്നിട്ടും നമ്മൾ ഇങ്ങനെ പതുക്കെ അത് ഇംപ്ലിമെന്റ് ചെയ്യാണ് വേണ്ടത്. ഗ്രാജുവൽ പ്രോസസ്സ് പോലെ നമ്മൾ പതുക്കെ കുട്ടിയിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാണ് വേണ്ടത്. എന്നിട്ട് റെഡി ആവുന്നില്ല, കുട്ടി ഭയങ്കര അഗ്രസീവ് ആണ്, കുട്ടിയുടെ ബിഹേവിയറിൽ കുറെ ഇഷ്യൂസ് കാണുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഹെൽപ്പ് സീക്ക് ചെയ്യാന്നുള്ളത് നല്ലൊരു കാര്യമാണ്. കുട്ടികളുടെ ബിഹേവിയർ ഇഷ്യൂസ് ഒരുപാട് നമുക്ക് വരുന്നുണ്ട്, മെയിൻലി ഈ ഫോൺ അഡിക്ഷൻ ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊരു മേജർ കാര്യം തന്നെയാണ്. സോ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല, ഇപ്പം പാരന്റ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ. കാരണം കഴിഞ്ഞ ദിവസത്തെ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി ഫോൺ കൊടുക്കാനായിട്ട് അമ്മന്റെ കഴുത്തിന് ഇതായിട്ട് ഒക്കെ ചെയ്തതായിട്ടുള്ള അവസ്ഥ. അതെ, ഒരുപാട് നമുക്ക് വരുന്ന കേസസും ഒരുപാടുണ്ട്. ഇപ്പം ഫോൺ കൊടുക്കാണ്ട് ഫോൺ അഡിക്ഷൻ കൂടിയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ഒരു കുട്ടീനെ നമ്മൾ അഡ്മിറ്റ് ആക്കി, കുട്ടി ഫാൻ കറങ്ങുന്ന പോലെ കറങ്ങുമായിരുന്നു ബെഡിൽ കിടന്നിട്ട്. അങ്ങനത്തെ സിവിയർ കേസസ് വരെ നമുക്ക് വരും ഫോൺ അഡിക്ഷൻ കൂടിയിട്ട്. അപ്പൊ അങ്ങനത്തെ സിവിയർ ആയിട്ടുള്ള അഡിക്ഷൻ ഉള്ള കുട്ടികൾക്ക് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്ത ഈ സ്റ്റെപ്സ് ഉടനടി കൊണ്ടിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് ഒരിക്കലും അത് വർക്ക്ഔട്ട് ആവില്ല. അവിടെ നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ ഹെൽപ്പ് നിങ്ങൾക്ക് വേണം. കുട്ടിയുടെ ബിഹേവിയർ പതുക്കെ നമ്മൾ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരണം. സോ അത് എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യണത് എന്തുകൊണ്ടും നല്ലതാണ്.
അപ്പോൾ ഇതിലൂടെ സന പറഞ്ഞു വരുന്നത് നമുക്ക് ഓരോ കുട്ടികളുടെ കേസും ചിലപ്പോൾ പല വിധത്തിലാകും. അപ്പോൾ ഡിഫറെന്റ് ആണ്. അതിനനുസരിച്ച് ഒറ്റൊരു ഉത്തരം കൊണ്ട് ചിലപ്പോൾ പറയാൻ പറ്റുന്നതായിരിക്കില്ല അതെ എന്ന് അല്ലേ? അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന് ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അതെ അതിനനുസരിച്ചുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നതായിരിക്കും എന്നാണ് നമുക്ക് യെസ് മനസ്സിലാവുന്നത്. അടുത്തതായിട്ട് എക്സാക്ട്ലി. അടുത്തൊരു യൂനിസ് ആണ് കൈവന്നിച്ചിട്ടുള്ളത്. യൂനിസ്, പ്ലീസ് അൺമ്യൂട്ട് യുവർ മൈക്ക്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ ക്ലാസ്സിന്റെ ഇടയിൽ ഡോക്ടർ സൂചിപ്പിച്ചു ഈ ഓവർ യൂസ് ഓഫ് ടെക്നോളജി അല്ലാതെ വേറെ ചില കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞു ഈ ബ്രെയിൻ റോട്ടിന്. അങ്ങനെ ഏത് കാരണം ഒന്നോ രണ്ടോ എക്സാമ്പിൾ പറയാൻ പറ്റും? ഓക്കെ. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, സോഷ്യൽ പ്രഷർ ഉണ്ട്, പിന്നെ അതേപോലെ നമ്മൾ പുറത്ത് ഫിസിക്കൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് റെഡ്യൂസ് ആവുന്നത് കാരണമുണ്ട്, പിന്നെ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സ്ട്രെസ്സും ആങ്സൈറ്റിയും കൂടുമ്പോൾ നമ്മൾ അത് ലീഡ് ചെയ്യുന്നത് ബ്രെയിൻ റോട്ടിലാണ്. ഇപ്പൊ നമ്മൾ ആ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഏതൊരു കാര്യത്തിലാണോ ഉള്ളത്, നിങ്ങളുടെ വർക്കിലാണോ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസിലാണോ ഉള്ളത്, ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരുമ്പോൾ അത് എന്തായാലും നിങ്ങളെ ബ്രെയിൻ റോട്ടിലോട്ട് ലീഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഈ സ്ട്രെസ് മാനേജ്മെന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ, സ്ട്രെസ് എന്ന് പറഞ്ഞ കാര്യം നിങ്ങളെ മെന്റൽ ഹെൽത്തിനെ വളരെയധികം എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്ട്രെസ്. സോ അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ അത് നിങ്ങളുടെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്, അതായത് ഈ ഓവർ തിങ്കിങ് പോലത്തെ കാര്യങ്ങൾ വരും, നമുക്ക് സ്ട്രെസ് വരും. അപ്പൊ ഒരേ കാര്യമാണ് നമ്മൾ ബ്രെയിനിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്, വിച്ച് ലീഡ്സ് ടു ബ്രെയിൻ റോട്ട്. സോ ഓവർ യൂസ് ഓഫ് ടെക്നോളജി ഈസ് ദ മെയിൻ കോസ്. ബട്ട് എന്നിരുന്നാലും ഈ സ്ട്രെസ്, ആങ്സൈറ്റി, പുറത്തൊന്നും പോവാതെ ഫിസിക്കൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് റെഡ്യൂസ്ഡ് ആവുമ്പോൾ, ഇങ്ങനത്തെ റീസൺസ് ഒക്കെ ഇതിന്റെയും മറ്റുള്ള റീസൺസ് ആണ്. തീർച്ചയായിട്ടും. അതായത് നമുക്ക് വെറും ഒരു ടെക്നോളജിയിൽ മാത്രം ഒതുങ്ങുന്നത് ഒരു സംഭവമല്ല ഇതെന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലും ഇതിനൊരു ഒരു ഒരു കോൺട്രിബ്യൂട്ടിങ് ഫാക്ടറാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത്. അടുത്തതായിട്ട് ഉബൈദ് ഭായ് കൈ പൊന്തിച്ചായിരുന്നു, പിന്നെ അത് താത്തി. എനിക്ക് തോന്നുന്നത് ഓൾറെഡി ആൻസർ പറഞ്ഞതുകൊണ്ടാണോ അല്ലെങ്കിൽ സാങ്കേതിക തകരാറാണോ എന്നുള്ളത് വ്യക്തമല്ല. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓഡിയൻസ് വേറെ ചോദ്യങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല. എന്നിരുന്നാലും വളരെ നല്ലൊരു നല്ല നല്ല ക്വസ്റ്റ്യനുകൾ ഓഡിയൻസിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട് ഇടയായി. പിന്നെ നല്ലൊരു പാർട്ടിസിപ്പേഷൻ നമുക്ക് ഈ പരിപാടിയിൽ കിട്ടി. പിന്നെ നമ്മൾ ക്വിസ് മത്സരത്തിലൂടെ മനസ്സിലായി, നമുക്ക് ഓഡിയൻസ് ആരും ടാബ് ഒരു സൈഡിൽ വെച്ചിട്ട് പോയിട്ടില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലായി. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് പോവാണ്. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു 1 hour ടൈം ലൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാരണം ഫോക്കസ് ഇൽഹാം സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മന്തിലും ആദ്യത്തെ ശനിയാഴ്ച എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ പരിപാടീൻ്റെ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിനായിട്ട് അൻഷാദ് പി, ഇവന്റ് മാനേജർ ഓഫ് ഫോക്കസ് ഇന്റർനാഷണൽ സൗദി റീജിയനെ സ്വാഗതം ചെയ്യുകയാണ്. അൻഷാദ് ഭായി, നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്യേണ്ടതാണ്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഓഡിബിൾ ആണല്ലോ അല്ലേ? അതെ അതെ. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാ, എന്തായാലും വളരെ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിരുന്ന ഒരു സെഷൻ ആയിരുന്നു. ഇപ്പൊ നേരത്തെ റിയാസ് പറഞ്ഞ പോലെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്ന എല്ലാ ആളുകളും ഇതിൽ അറ്റൻഷനോടെ ഇരുന്നു എന്നുള്ളത് നമുക്ക് ക്യൂസിന്റെ സമയത്ത് ശുക്കൂർ ഭായ് പറഞ്ഞ പോലെ ക്യുക്ക് ആയിട്ട് ആൻസേഴ്സ് വന്നതിൽ നമുക്ക് മനസ്സിലായി. ഇത് ഈ വേർഡ് ഇതിനെ പറ്റി ഞാൻ ഫസ്റ്റ് കേൾക്കുന്നത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്യുന്നു തോന്നുന്നത് റിയാസ്. ഞാൻ ഒരു ദിവസം ഓഫീസിൽ നിന്ന് തിരിച്ച് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ നമ്മളെ ഖത്തറിൽ റേഡിയോ കിട്ടാറുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ തിരിച്ച് ഡ്രൈവ് ചെയ്യുന്ന സമയത്തിൽ എന്താ ഒരു പ്രോഗ്രാം ഉണ്ട് ദോഹ ജംഗ്ഷൻ. അപ്പൊ അവരുടെ ആങ്കേഴ്സ് എപ്പോഴും ഇങ്ങനെയുള്ള സംഗതികൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, ഓരോ ആനുകാലികങ്ങളായ. അതിലാണ് ഞാൻ ഈ ഓക്സ്ഫോർഡ് ഈ വേർഡ് സെലക്ട് ചെയ്ത കാര്യം, അങ്ങനെയുള്ള അതിനെപ്പറ്റി ഒരു ചെറിയ എക്സ്പ്ലനേഷൻ അവരവരെ ആ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അതിൽ അത് മെൻഷൻ ചെയ്യണ്ടായി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ ഈ വേർഡിനെ പറ്റി അന്ന് നമ്മളെ ഇതിന്റെ മുമ്പത്തെ ഇവന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എന്തായാലും നമ്മളെ വളരെ എന്താ പറയാ കാലിക പ്രസക്തമായ അല്ലെങ്കിൽ ആ വന്ന ഒരു വേർഡിനും എത്രത്തോളം സോഷ്യലി റെലവെന്റ് ആയ ആ സംഭവം തന്നെ നമ്മൾ ഡിസ്കഷൻ എടുത്തു. അതിനെ വളരെ ഭംഗിയായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ആപ്റ്റായ നല്ലൊരു ഗസ്റ്റിനെ തന്നെ നമുക്ക് കിട്ടി. ത്രൂ ഔട്ട് ദ സെഷനും നമ്മൾ ഒരു കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ഇത് പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പൊ അതിൽ ഞാൻ
റിയാസും സനയുമുള്ള കോമ്പിനേഷനിൽ നമ്മളത് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അതായത് വളരെ സിമ്പിളായിട്ട് നമ്മൾ കുറേ സംസാരിച്ചു പോകുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ വിഷയമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, ആളുകളിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് സ്ലൈഡ് വെച്ചിട്ട് അങ്ങനെ ചോദിച്ച കാരണത്താൽ നമുക്ക് അത് പോയിന്റ് ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു അവയർനെസ് ആളുകളിലേക്ക് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ത്രൂ ഔട്ട് ദ സെഷൻ. നമുക്ക് ഒരു ഞാൻ ഇവിടെ വാച്ച് ചെയ്യായിരുന്നു ത്രൂ ഔട്ട് ദ സെഷൻ. ഒരു 70 to 80% ഇപ്പൊ ലാസ്റ്റിൽ മാത്രമാണ് കുറച്ച് ആളുകൾ കുറഞ്ഞത്. 90 ഒരു അറ്റൻഡൻസ് എന്താണ് സ്റ്റേബിൾ ആയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഒരു എല്ലാവർക്കും വളരെയധികം കൺസേൺ ഉള്ള ഒരു വിഷയമാണിത്. നമുക്കിപ്പം ഈ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ചെറിയ കുട്ടികൾ മുതൽ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ റിട്ടയർമെന്റ് ലൈഫിലുള്ള ആളുകൾ വരെ എന്താണ് ഈ പറഞ്ഞ ടെക്നോളജിയായിട്ട് കണക്റ്റഡും ആണ്. ഈ ഒരു ഈ ഒരു അവസ്ഥ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കിതൊക്കെ കേട്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിന്റെ ഒരു റെമഡിനെ കുറിച്ചാണ് എന്താണ് എല്ലാവരും കൺസേൺ ആയിട്ടുള്ളത്. ഏതായാലും നമുക്ക് അതിന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടി. അത് സിവിയർ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് മൂവ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള അഡ്വൈസൊക്കെ കിട്ടി. അപ്പോൾ എല്ലാവരും ഈ മെസ്സേജ് നമ്മളെ നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ച പോലെ നമ്മളെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മളെ സർക്കിളിലെ ആളുകളിലേക്കൊക്കെ ഈ ഒരു അവയർനെസ് എത്തിക്കാനും ഈ ഒരു എന്താ പറയാ വളരെ ബുദ്ധിമുട്ടായുള്ള സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളിലും യങ് ജനറേഷനിലും ഒക്കെ അങ്ങനെ കുറച്ചുകൂടി ഹെൽത്തി ആയ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയില്ല, പുറത്തൊക്കെ പോയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആക്ടിവിറ്റീസിലും ഫിസിക്കൽ ആക്ടിവിറ്റീസിലും പിന്നെ എന്താ പറയാ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ അഡിക്റ്റ് ആവാതെ പോകാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ മൂവ് ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് എന്താണ് പ്രതീക്ഷിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും നമുക്ക് പ്രോഗ്രാം റിയാസ് പറഞ്ഞ പോലെ നമുക്ക് ടൈമിൽ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. എൻ്റെ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്നത്തെ ഗസ്റ്റ് സന, അവർക്ക് ഉള്ള നമ്മുടെ ഫോക്കസ് സൗദി റീജിയന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തുകൂടി നമ്മൾ കവർ ചെയ്തു. അപ്പം അതിന് അവർക്കുള്ള നന്ദി നമ്മൾ അറിയിക്കുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ സെഷന് ത്രൂ ഔട്ട് ആങ്കർ ചെയ്തത് നമ്മുടെ ഫോക്കസ് സൗദി റീജിയന്റെ അഡ്മിൻ മാനേജർ റിയാസ് ആണ്. അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പം ഈ തീം ജസ്റ്റ് എലാബറേറ്റ് ചെയ്ത് നമ്മൾ സംസാരിച്ചത് ഫോക്കസ് ഇന്റർനാഷണൽ CEO ഷബീർ വള്ളടത്താണ്. അദ്ദേഹത്തിനുള്ള നമ്മുടെ ഒരു നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അക്യൂസ് സെഷൻ ഹാൻഡിൽ ചെയ്ത ഷുക്കൂർ ഭായി, അതായത് ആളുകളുടെ അറ്റൻഷൻ നമുക്ക് മനസ്സിലായി. കാരണം ഒരു 3 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ പോലും അതിൽ ആളുകൾ ശ്രദ്ധിച്ചിരുന്നില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ ഒരു ഷോർട്ടായിട്ടുള്ള ക്യൂസ് സെഷനിലാണ്. അത് ഹാൻഡിൽ ചെയ്ത ഷുക്കൂർ ഭായിക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫീഡ്ബാക്ക് സെഷനിൽ സംശയങ്ങൾ ചോദിച്ചു കുറേ സഹോദരങ്ങളും സഹോദരിമാരും പങ്കെടുത്തു. അവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ പാർട്ടിസിപ്പൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 90 to 100 ബിറ്റ്വീൻ ആളുകൾ തുടക്കത്തിലും ആ ഒരു മേജർ പാർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിനോടുള്ള താല്പര്യം ഒക്കെ മുൻനിർത്തി ഇതിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള ഫോക്കസ് സൗദിയുടെ ഒരു നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം റിയാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലോ അല്ലേ? തീർച്ചയായും എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതൊരു കേവലം ഒരു സെഷനിലേക്ക് ഒതുക്കേണ്ട ഒരു ടോപ്പിക് എല്ലാം തോന്നുന്നു. അതെ. നമുക്ക് ചിലപ്പോൾ വീണ്ടും സനന്റെ പ്രസൻസ് വേണ്ടി വരുമായിരിക്കും. ഇൻഷാ അല്ലാ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ കുറിച്ച് കൂടുതൽ ഡെപ്തിൽ നമുക്ക് ഇനിയും സംസാരിക്കേണ്ടി വരും. ഓക്കെ ഇൻഷാ അല്ലാ. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഫോക്കസ് സൗദിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാണ്. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം.